തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് ബൈ ഖാലിദ് ഹുസൈനി. ഖാലിദ് ഹുസൈനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഈ ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഈ സ്റ്റോറി തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള മറിയത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. മറിയം താമസിക്കുന്നത്, മറിയത്തിൻ്റെ ഉമ്മ നാന എന്നാണ് വിളിക്കുന്നത്, നാനായുമായിട്ട് ഹേറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ചെറിയൊരു വീട്ടിലാണ് മറിയം താമസിക്കുന്നത്. മറിയത്തിൻ്റെ അച്ഛൻ്റെ പേര് ജലീൽ എന്നാണ്. ജലീൽ ഹേറാത്തിലുള്ള വളരെ ധനികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനൊരു വലിയൊരു തിയേറ്റർ ഉണ്ട്, ഒരുപാട് കടകളുണ്ട്. ആ നാട്ടിലെ പേര് കേട്ട ഒരാളാണ് ജലീൽ. ഈ ജലീലിന് 3 ഭാര്യമാരുണ്ട്. ആ 3 ഭാര്യമാരിലായിട്ട് 9 മക്കളുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നതായിരുന്നു നാന. അങ്ങനെ ജലീലിനും നാനായ്ക്കും ഉണ്ടായ കുട്ടിയാണ് മറിയം. നാന പറയുന്നത് ജലീലിന് മറിയത്തിനോട് അയാളുടെ സ്വന്തം മക്കളോടുള്ള അത്രയും സ്നേഹമൊന്നുമില്ല. എപ്പോഴും ജലീലിന് എന്തെങ്കിലും കുറ്റം പറയാറുണ്ട്. മറിയത്തിന് പക്ഷേ അങ്ങനെ നാന ജലീലിനെ പറയുന്നത് ഇഷ്ടമല്ല. മറിയത്തിന് അങ്ങനെ ജലീലിന്റെ ഭാഗത്തുനിന്ന് ഒരു വേർതിരിവ് ഫീൽ ചെയ്തിട്ടില്ല. മറിയത്തിന് ഭയങ്കര ഇഷ്ടമാണ് ജലീലിന്. ജലീലിനും അതുപോലെ തന്നെയാണ് മറിയത്തിന്. നാന പറയുന്നതെന്ന് വെച്ചാൽ, നാന പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ജലീലിൻ്റെ ഭാര്യമാർ നാനായെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ജലീലും അപ്പോൾ നാനയുടെ കൂടെ നിന്നിട്ടില്ല. നാനയുടെ വീട്ടുകാരും നാനായെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാണ് മറിയത്തിനെ വളർത്തിയത്. ജലീൽ അങ്ങനെ ഒന്നിനും ഇല്ലായിരുന്നു. ഈവൻ നാനയുടെ പ്രസവത്തിന് പോലും ജലീൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നാന പറയുന്നുണ്ട്. അപ്പം മറിയം ഒരു 10 വയസ്സൊക്കെ ആയ സമയത്ത് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ജലീലിനോട് നാന ഇങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ ജലീൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു, അന്നോട്ട് ഇന്ന് വരെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ടൈമിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്രസവ സമയത്തൊക്കെ, മറിയത്തിൻ്റെ പ്രസവ സമയത്തൊക്കെ ജലീൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നാനയ്ക്ക് ഈ ജിന്ന് കയറുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നാനയുടെ ചെറുപ്പത്തിൽ 15 വയസ്സുള്ള ടൈമിൽ നാനയ്ക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചതായിരുന്നു. അപ്പോൾ ആ കല്യാണം നടക്കാനിരുന്ന ടൈമിൽ നാനയ്ക്ക് ഇങ്ങനെ ഒരു ജിന്ന് കയറിയിട്ട് ആ ഒരു കല്യാണം മുടങ്ങി. അതിനുശേഷം ആരും നാനയെ കല്യാണം കഴിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നാന ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതെന്ന് ജലീൽ മറിയത്തിനോട് പറയുന്നുണ്ട്. ഇതിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് മുല്ല ഫൈസുള്ള. ഈ മുല്ല ഫൈസുള്ള എന്ന് വെച്ചാൽ മറിയത്തിൻ്റെ വീട്ടിൽ പഠിപ്പിക്കാനായിട്ട് വരുന്ന ആളാണ്. ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഖുർആൻ ഓതാനും ഒക്കെ പഠിപ്പിക്കുന്നത് മുല്ല ഫൈസുള്ള ആണ്. ജയിലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിയത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ മുല്ല ഫൈസുള്ളാണ്. അപ്പോൾ അവൾ ഒരു ദിവസം ഇതുപോലെ മുല്ല ഫൈസുള്ളായിട്ട് പറയുന്നു, എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്, നാനായോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ മുല്ല ഫൈസുള്ള നാനായോട് ഇത് പറയുന്ന സമയത്ത് നാന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നാന പറയുന്നുണ്ട്, അങ്ങനെ പുറത്ത് പോയി പഠിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവൾ ഓൾറെഡി ഇതിലിങ്ങനെ പറയുന്ന ഒരു വേർഡാണ് ഹറാമി. ഹറാമി മീൻസ് അവൾ ഇല്ലീഗലി ഉണ്ടായ കുട്ടിയാണല്ലോ. ശരിക്കും നാന ജലീലിൻ്റെ ഭാര്യയല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൾക്ക് ഒരുപാട് നാണക്കേടും ഒരുപാട് കളിയാക്കലും റിജക്ഷൻസും ഒക്കെ കേൾക്കേണ്ടി വരും. അവളുടെ ജീവിതം ഇങ്ങനെയാണ്, നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവളോടത് പറയണം. അതുപോലെ തന്നെ മുല്ല ഫൈസുള്ള അതിന് അവൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പറയുമ്പോൾ അവളെ തിരുത്തി കൊടുക്കണം. അവൾക്ക് ഒരുപാട് സഫറിങ്സ് ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നാന പറയുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും മറിയം ജലീൽ വരുന്നതും കാത്തു നിൽക്കാറുണ്ട്. അപ്പോൾ ജലീൽ വരുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. അവൾക്ക് ഒരുപാട് സ്റ്റോറീസ്, ആ നാട്ടിൽ നടക്കുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ജലീലിനൊരു സിനിമാ തിയേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വരുന്ന കുട്ടികളുടെ കഥയും അവിടുത്തെ സിനിമയുടെ കഥകളും ഒക്കെ ജലീൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ, ഇപ്പം എക്സാമ്പിൾ ഒരു മാല കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പോലും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ജലീലിൻ്റെ സ്വന്തം മക്കളാണെങ്കിൽ ജലീൽ സ്വർണ്ണമാല വാങ്ങിച്ചു തരും, നിനക്കായതുകൊണ്ട് ഇങ്ങനത്തെ സാധാരണ മാലയാണെന്നൊക്കെ പറഞ്ഞ് നാന ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ മറിയത്തിന് അതൊന്നും പ്രശ്നമല്ല. മറിയത്തിന് ഇങ്ങനെ നാന ജലീലിനെ പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ മറിയത്തിന് ഉള്ളിലൊരു ആഗ്രഹം തോന്നി തുടങ്ങും, ഹേറാത്തിൽ പോയിട്ട് ജലീലിൻ്റെ കൂടെ താമസിക്കണം, ജലീലിൻ്റെ വീട്ടിൽ താമസിക്കണം, ജലീലിൻ്റെ മറ്റ് മക്കൾ, അതായത് അവളുടെ സഹോദരങ്ങളാണല്ലോ, അപ്പോൾ അവരുടെ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് അവരെ കാണണം, അവരുടെയൊക്കെ കൂടെ താമസിക്കണം എന്നൊരാഗ്രഹം തോന്നും. അപ്പോൾ അവൾ വിചാരിക്കും, മറിയത്തിനിപ്പോൾ 14 വയസ്സാണ്, അവൾക്ക് 15 വയസ്സാവുന്ന സമയത്ത് ജലീലിനോട് പറയാം അവളെ കൂടെ കൊണ്ടുപോകാനും, അവിടെ കൊണ്ടുപോയി എല്ലാവരെയും കാണിക്കണം, അവൾക്ക് അതുപോലെ സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അവരുടെ കൂടെ അവൾക്ക് താമസിക്കണം എന്ന് പറയാമെന്നും അവൾ വിചാരിക്കും. അങ്ങനെ മറിയത്തിന് 15 വയസ്സാവുന്ന സമയത്ത് മറിയം ജലീലിനോട് പറയുന്നു അവൾക്ക് ഹേറാത്തിൽ വരണം, ഹേറാത്തിലെ വീട് കാണണം, അവളുടെ സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയൊക്കെ കാണണം. അതുപോലെ അവൾ പറയുന്നുണ്ട് ജലീലിന്റെ സിനിമാ തിയേറ്ററിൽ ആ സമയത്ത് പിന്നോക്കിയോ മൂവിയാണ് നടക്കുന്നത്, അപ്പോൾ അവൾക്ക് അത് കാണാൻ പോകണം, അവളെ അതിന് കൊണ്ടുപോകുമെന്ന് ജലീലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലീൽ പറയുന്നുണ്ട് കൊണ്ടുപോകാം, അയാൾ അടുത്ത ദിവസം വരാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ നാളെ വരാൻ വേണ്ടി കാത്തിക്കും
എന്ന് പറയും. അങ്ങനെ ജലീൽ പോകുന്നു. ജലീൽ പോയി കഴിയുമ്പോഴത്തേക്കും നാന ഇത് കേട്ടിട്ട് നാന പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകരുത്, എന്നെ ഒറ്റയ്ക്കാക്കി പോകരുത്, എനിക്കിവിടെ ആരുമില്ല, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, നീ വിചാരിക്കുന്ന പോലെ ജലീലിന് നിന്നെ ഒരു കാര്യമില്ല, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും അല്ലാതാവും, നിനക്ക് ആരും ഇല്ലാതാവും, നീ എന്നിട്ട് ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കളയും. അങ്ങനെ അവൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവള് ജലീൽ വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ജലീൽ അന്ന് വരുന്നില്ല. അപ്പോൾ മറിയം സ്വന്തമായിട്ട് ഹെറാത്തിൽ പോവാന്ന് തീരുമാനിക്കും. അങ്ങനെ അന്ന് വൈകിട്ടാവുമ്പോൾ സമയത്ത് നാന കാണാതെ മറിയം ഹെറാത്തിലോട്ട് നടന്നു പോകുന്നു. അങ്ങനെ മറിയം നടന്ന് ഹെറാത്തിലുള്ള ജലീൽ ഖാന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരാളോട് അവൾ പറയുന്നുണ്ട്, ഞാൻ ജലീൽ ഖാന്റെ മോളാണ്, എനിക്ക് ജലീലിനെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾ ചെന്നിട്ട് വന്ന് പറയും, ഇവിടെ ജലീൽ ഇല്ല, തിരിച്ചു പോകണം. അപ്പൊ ഓൾറെഡി രാത്രി ആവാറായി, അവൾ വൈകിട്ടാണ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അവിടുന്ന് തിരിച്ചു പോകണമെന്ന് പറയും. അപ്പൊ അവൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം, എനിക്ക് ജലീൽ ഖാനെ കാണാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ വീടിന്റെ വെളിയിൽ ഗേറ്റിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ കിടന്ന് രാത്രിയിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അയാൾ വന്ന് അവളെ തട്ടി വിളിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, ജലീൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, തിരിച്ചു പോ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയും. അങ്ങനെ അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്യാപ്പിൽ അവൾ ഓടി ആ വീടിനകത്തോട്ട് കയറും. അപ്പോൾ വീടിനകത്തോട്ട് കയറുമ്പോൾ ആ വലിയ വീടും അവിടുത്തെ ആ ഒരു ഗാർഡനും ഒക്കെ കണ്ട് അവൾ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ മേളിൽ നിന്ന് ആരും അവളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ജനലിൻ്റെ അടുത്ത് നിന്ന് ആളങ്ങ് മാറുന്നു. പക്ഷേ അവൾ ആ ഒരു നോക്കിയ സമയത്ത് തന്നെ അവൾക്ക് ആ ഒരു മിന്നായം പോലെ കണ്ടപ്പോൾ മനസ്സിലായി അത് ജലീലായിരുന്നു എന്ന്. അപ്പം അവൾക്ക് ആകെ അതൊരു ഷോക്കായി പോവും. അങ്ങനെ മറിയത്തിന് മനസ്സിലാവുന്നുണ്ട് ജലീൽ മനഃപൂർവ്വം അവളെ വീട്ടിൽ കയറ്റിയില്ല, തലേദിവസം രാത്രി മൊത്തം അവൾ ആ വെളിയിൽ കിടന്നിട്ട് പോലും ജലീൽ അവളെ അകത്തോട്ട് വിളിച്ചിട്ടില്ല. അപ്പം നാന പറഞ്ഞതൊക്കെ സത്യമായിരുന്നു, ജലീലിന് അവളോടൊരു സ്നേഹമില്ല എന്നുള്ള സത്യം മറിയത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മറിയ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആ കൂടെ നിന്ന് ആൾ പറയും അയാൾ കൊണ്ടുവിടാം, വീട്ടിൽ കൊണ്ടുവിടാം. അങ്ങനെ അയാളുടെ കാറിൽ കയറ്റി മറിയത്തിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് മറിയം കാറിലിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ജലീൽ അവളോട് ചെയ്തതും പറഞ്ഞതും എല്ലാം കള്ളമായിരുന്നു, നാന പറഞ്ഞതായിരുന്നു സത്യം, ഇനിയിപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ നാന കുറേ വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അവളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവളുടെ വീടെത്തുന്നു. വീടിൻ്റെ അവിടെ വരെ കാർ എത്തത്തില്ല. അപ്പോൾ അയാൾ ഇറങ്ങിയിട്ട് മറിയത്തിനെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ വീടെത്താറാവുന്ന സമയത്ത് ആ കൂടെ വന്ന ആള് മറിയത്തിന് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയും, ഇനി അങ്ങോട്ട് നോക്കണ്ട, തിരിച്ചു പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് അവൾ കാണുന്നത് അവളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു മരത്തിൽ നാന ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ നാന അവൾ പോയതിന്റെ പേരിൽ അവളോട് പറഞ്ഞ പോലെ തന്നെ അവൾ പോയാൽ മരിക്കുമെന്ന് നാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാന അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ നാനയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ജലീലുണ്ട്, മുല്ല ഫൈസുള്ള ഉണ്ട്, പിന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ മറിയത്തിൻ്റെ മനസ്സിൽ മൊത്തം ഈ നാനയുടെ ലാസ്റ്റ് വേർഡ്സ് ആണ് ഇങ്ങനെ വരുന്നത്. നീ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കളയും, ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ആരും അല്ലാതാകും, നീ ഒന്നും അല്ലാതാകും എന്നൊക്കെ നാന പറഞ്ഞായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൾ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മറിയ ഒരു കുട്ടിയാണ്, ഒരു 14-15 വയസ്സുള്ള ഒരു കൊച്ചാണ്. അപ്പോൾ അത് ആ പ്രായത്തിലുള്ള അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റിക്ക് അവൾ അത് കാര്യമായിട്ട് എടുത്തതുമില്ല. അങ്ങനെ അവളിങ്ങനെ അതിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ജലീൽ ഇങ്ങനെ വന്ന് അവളോട് പറയും, എൻ്റെ കൂടെ വരാൻ പറയും. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾക്ക് ജലീലിനോട് ആ ഒരു ദേഷ്യം തോന്നുകയാണ്. ആ ജലീലിന്റെ വാക്കുകളിലുള്ള ആ ഒരു അവളുടെ വിശ്വാസം പോയി. പക്ഷെ അവൾക്ക് വേറെ വഴിയില്ല, ജലീലിന്റെ കൂടെ പോകാൻ അവൾ തീരുമാനിക്കുന്നു. കാരണം ഇനിയിപ്പോൾ അവൾക്ക് ആരുമില്ല. അങ്ങനെ ജലീലിന്റെ കൂടെ അവള് ഹെറാത്തിലെത്തുന്നു. പക്ഷെ ആ വീട്ടിൽ കാലെടുത്ത് കുത്തുമ്പോൾ അവളിങ്ങനെ ആലോചിക്കും, തലേന്ന് വരെ അവള് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന, അവള് കുറെ നാൾ വരെ അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ജലീലിന്റെ കൂടെ ആ വീട്ടിലോട്ട് എത്തുക എന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അവൾ അവിടെ എത്തി. പക്ഷെ അത് വേറൊരു ആ ഒരു സാഹചര്യം വളരെ വ്യത്യാസമാണ്. അങ്ങനെ അവൾ അവിടെ എത്തുന്നു. അങ്ങനെ മറിയം ജലീലിന്റെ വീട്ടിൽ ഒരു മുകളിലുള്ള ഒരു ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ജലീൽ ഇടയ്ക്ക് അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ വരാറുണ്ട്. പക്ഷെ അവളൊന്നും ജലീലിനോട് സംസാരിക്കാറില്ല. അവളിങ്ങനെ നാന പറഞ്ഞ കാര്യങ്ങളൊക്കെ ജലീലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കാറുണ്ട്. അവിടെ ജലീലിന്റെ മക്കള് അവളോട് വന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ അവൾ ആരുമായിട്ടും ഒന്നും സംസാരിക്കാറില്ല. അതിനുശേഷം അവളെ കാണാൻ ഒരു ദിവസം മുല്ല ഫൈസുള്ള വരുന്നുണ്ട്. അങ്ങനെ മുല്ല ഫൈസുള്ള മറിയത്തിനെ കാണാൻ വരുന്ന സമയത്ത് മറിയം അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. അതുവരെ അവിടെ ആരോടും സംസാരിക്കാതിരുന്ന മറിയം മുല്ല ഫൈസുള്ളയോട് ഒരുപാട് കരഞ്ഞിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് നാന മരിച്ചത്, നാന പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നെങ്കിൽ ഇപ്പോഴും
നാന എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ, എന്നോട് പറഞ്ഞതാണ് പോവരുതെന്ന്. അത് കേൾക്കാതെ ഞാൻ വന്നു. നാനായെ ഒറ്റയ്ക്കാക്കി ഞാൻ വന്നുകൊണ്ടാണ് നാന പോയത്. എന്നോട് പറഞ്ഞതാണ് നാന പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം ശരിക്കും എനിക്ക് ആരുമില്ല, ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് മുല്ല ഫൈസുള്ള അവിടെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെ ചിന്തിക്കണ്ട, നാന ഒരു ജീവിതത്തിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റിപ്പോയതാണ്, അത് നീ ചെയ്തതാണെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ വിഷമിക്കണ്ട. അങ്ങനെ മുല്ല ഫൈസുള്ള അവളെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് മറിയം ജലീലിന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ജലീലിന്റെ വൈഫ് അഫ്സൂൻ മറിയത്തിനെ കാണാൻ മറിയത്തിന്റെ റൂമിൽ വന്നിട്ട് പറയും, നീ താഴോട്ടൊന്ന് വരണം, നിനക്കൊരു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ അവൾ താഴെ എത്തുന്ന സമയത്ത് ജലീലും 3 ഭാര്യമാരും മറിയം കൂടി ഒരു ടേബിളിൽ ഇരിക്കുന്നു. എന്നിട്ട് ഭാര്യമാരാണ് മറിയത്തിനോട് സംസാരിക്കുന്നത്. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആളെ കണ്ടെത്തിയിട്ടുണ്ട്, അതായത് അവളുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേ മറിയം ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആളുടെ പേര് റഷീദ് എന്നാണ്, ആളൊരു ഷൂ മേക്കറാണ്, അയാൾക്കൊരു ഷൂവിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്, കുറച്ച് പ്രായമുണ്ട്, ഒരു 40 കൂടിപ്പോയ ഒരു 45 വയസ്സായിട്ടുണ്ട്, നിനക്കിപ്പോൾ 15 വയസ്സായല്ലോ, അപ്പോൾ കല്യാണം കഴിക്കാൻ കറക്റ്റ് പ്രായമാണ്. അയാൾക്ക് ഓൾറെഡി ഒരു വൈഫ് ഉണ്ടായിരുന്നു, അത് 10 വർഷം മുന്നേ മരിച്ചുപോയി. ഒരു മോൻ ഉണ്ടായിരുന്നു, അതും ഒരു കുറച്ച് നാൾ മുന്നേ മരിച്ചുപോയി. അപ്പം അയാൾ താമസിക്കുന്നത് കുറച്ച് ദൂരെ കാബൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അയാൾ നാളെ കാണാൻ വരും, അയാളുമായിട്ടുള്ള കല്യാണം എല്ലാം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പം മറിയം ഇത് കേട്ടിട്ട് ജലീലിനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, അവരോട് പറ, എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്ന സമയത്ത് ജലീലൊന്നും പറയുന്നില്ല. അപ്പം ജലീലിന്റെ ഭാര്യമാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്കിനി ഇനിയുള്ള കാലം മൊത്തം ഇവിടെ ഇങ്ങനെ കഴിയാമെന്നാണോ വിചാരിക്കുന്നത്, അത് പറ്റത്തില്ല എന്ന് പറയും. അപ്പം മറിയം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ എന്നെ മുല്ല ഫൈസുള്ളയുടെ വീട്ടിലോട്ട് വിടുമോ, ഞാൻ അവിടെ പോയി നിൽക്കാമെന്ന് പറയും. അപ്പൊ അവര് പറയും, അത് പറ്റില്ല, മുല്ല ഫൈസുള്ളയുടെ വീട്ടിൽ ഒരു കുടുംബമൊക്കെ ഉള്ളതാണ്, അയാൾക്കും പ്രായമുള്ളതാണ്, നീ റഷീദിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, നല്ലൊരു ഫാമിലി ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ജലീലിനെ ഇങ്ങനെ അവൾ നോക്കുന്ന സമയത്ത് ഭാര്യമാര് പറയും, ജലീൽ ഓൾറെഡി നിക്കാഹ് നാളത്തേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്, റഷീദിന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പം മറിയം ഇങ്ങനെ ജലീലിനോട് വീണ്ടും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജലീൽ പറയും, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും, നീ അത് സമ്മതിക്കണം എന്ന് ജലീൽ പറയും. അപ്പോൾ അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അടുത്ത ദിവസം റഷീദിന്റെയും മറിയത്തിന്റെയും നിക്കാഹാണ്. അങ്ങനെ മറിയത്തിന്റെ റഷീദിന്റെയും കല്യാണം കഴിഞ്ഞു. ജലീൽ നിക്കാഹൊക്കെ നടത്തി കൊടുക്കുന്നു. അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെ കാബൂളിലോട്ടുള്ളൊരു ബസ്സിൽ ജലീലും റഷീദും മറിയവും പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ജലീല് മറിയത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാബൂൾ നല്ല സ്ഥലമാണ്, നിനക്ക് അവിടേക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മറിയം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് നിങ്ങളായിരുന്നു, ഞാൻ വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വീട്ടിൽ വരുന്ന ആലോചിച്ച് നിങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു നിങ്ങൾ എന്നെ ഒരു നാണക്കേടായിട്ടാണ് കണ്ടതെന്ന്. ഞാനാ പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പം തന്നെ മുല്ല ഫൈസുള്ളയുടെ ഒരു യാത്ര പറയാൻ പോലും അവളെ സമ്മതിച്ചിട്ടില്ല. കാരണം ഇന്നലെ നിക്കാഹാണെന്ന് പറയുന്നു, ഇന്ന് നിക്കാഹ് നടത്തുന്നു, ഇന്ന് തന്നെ അവൾ അവിടുന്ന് പോകുവാണ്. പക്ഷെ അപ്പം ജലീൽ ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുകയാണ്. ജലീൽ ആകെ ഇങ്ങനെ പറയും, ഞാൻ നിന്നെ കാബൂളിൽ കാണാൻ വരാമെന്ന് പറയും. അപ്പോഴത്തേക്കും മറിയം പറയും, വേണ്ട, ഇനി നമ്മൾ തമ്മിൽ കാണണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, ഇതോടുകൂടി എല്ലാം അവസാനിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവൾ ബസ്സിൽ കയറും. ജലീൽ അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്, ബസ്സിൽ ഇങ്ങനെ അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ നോക്കുന്നില്ല. അങ്ങനെ മറിയവും റഷീദും കാബൂളിലോട്ട് പോകുന്നു. അങ്ങനെ മറിയവും റഷീദും കാബൂളിലെത്തി. ഈ കാബൂൾ എന്ന് പറയുന്നത് ഹേറാത്തുമായിട്ട് ഒരുപാട് ദൂരെയാണ്, ഒരു 10-650 കിലോമീറ്റർ ദൂരമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തി. റഷീദിന്റെ വീട് അത്യാവശ്യം വലിയൊരു വീടാണ്. അങ്ങനെ റഷീദ് പറയുന്നുണ്ട്, റഷീദിന് സെപ്പറേറ്റ് ആയിട്ടൊരു മുറി വേണം, റഷീദ് ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അങ്ങനെ മറിയത്തിന് ഒരു മുറി കൊടുക്കും. അപ്പൊ തന്നെ മറിയത്തിന് പകുതി ആശ്വാസമാവും. കാരണം അവളുടെ മനസ്സിൽ ഈ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ചുള്ള ജീവിതമൊക്കെ അവൾക്ക് അത് പേടിയായിരുന്നു. അങ്ങനെ റഷീദ് അവളോട് നല്ല സ്നേഹത്തിലാണ് നിൽക്കുന്നത്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച കഴിയുന്ന സമയത്ത് റഷീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, വീട്ടില് അവളിങ്ങനെ എപ്പോഴും മൂടിയായിട്ടിരിക്കുന്ന സമയത്ത് പറയും, എനിക്കിങ്ങനെ ഈ കരഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇനിയിപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം, കുറച്ച് സമയം ഞാൻ തന്നല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അയാൾ അവളെ കൊണ്ട് പുറത്തൊക്കെ പോകാറുണ്ട്. അവൾ അവിടുത്തെ നാട്ടിലെ സ്ത്രീകളെയൊക്കെ കാണുന്നു. അപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെയുള്ള
വേറെയുള്ള സ്ത്രീകൾ ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ ഇത് റഷീദിന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിൽ ഫരീബ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറയും, മതി, ഇത് കൊച്ചു വെച്ചാണ്, അതിനെ ഇങ്ങനെ ഒരുപാട് ഇതാക്കണ്ട എന്ന് പറഞ്ഞാൽ അവളെ അവിടെ നിന്ന് വിടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം റഷീദ് ഇവളെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അയാളിങ്ങനെ ഒരു ബുർക്ക കൊടുക്കും. ബുർക്ക എന്ന് വെച്ചാൽ അറിയാലോ, ഫേസും കൂടി കവർ ചെയ്ത് കണ്ണ് മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു ഫുൾ പർദ ബുർക്ക അത് കൊടുക്കും. അങ്ങനെ അവളത് ഇട്ടിട്ടില്ല. അവൾക്ക് ആദ്യം അത് ഇടുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലുണ്ട്. പക്ഷെ അപ്പോൾ അയാൾ പറയും ഇത് യൂസ്ഡ് ആവും. എന്നിട്ട് റഷീദിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഇതിടാതെ നടക്കുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര മോശകാരികളാണ്, അവർക്ക് ഇങ്ങനെ ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്നതാണ്, അങ്ങനെയുള്ള ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ എൻ്റെ കാര്യം എനിക്കിത് ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊരു ബുർക്ക കൊടുക്കും. അങ്ങനെ അപ്പോൾ ആ പറയുന്ന കൂട്ടത്തില് അയാളിങ്ങനെ ഫരീബയെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ ഞാനൊരു ഫരീബയുടെ പറഞ്ഞില്ലേ, ഫരീബയുടെ ഹസ്ബൻഡ് ഫരീബയെ അങ്ങനെ നിർബന്ധിക്കാറില്ല, അയാളൊരു സ്കൂൾ മാഷാണ് എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഫരീബയുടെ ഹസ്ബൻഡ് ഹക്കീമിന്റെ കാര്യവും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇവർ ആക്ച്വലി ഇനി ഈ കഥയിൽ മുന്നോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. അങ്ങനെ അതിനുശേഷം അങ്ങനെ മറിയം ബുർക്ക ഇടാൻ തുടങ്ങി. പക്ഷെ ഇട്ട് തുടങ്ങിയപ്പോൾ അവൾക്ക് അതിൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീൽ വരാൻ തുടങ്ങി. കാരണം അവളെ ആരെയും കാണുന്നില്ല, അവൾക്ക് ആരെയും ഫേസ് ചെയ്യണ്ട, ആരുടെ ഒരു ചോദ്യങ്ങൾ ഫേസ് ചെയ്യണ്ട. കാരണം അവളുടെ മനസ്സിലെല്ലാം ഇനി ആൾക്കാർ ഇനി എന്നെ കാണുമ്പോൾ ഞാനാ മരിച്ച കാര്യം എല്ലാവർക്കും അറിയാവോ, ഞാനൊരു ഹറാമിയായിട്ട് ഉണ്ടായതാണെന്ന് അറിയുവോ, ഇനി അങ്ങനെയൊക്കെയുള്ള അവൾക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു പേടിയുള്ളത് കൊണ്ട് അവൾക്ക് ഇത് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു സമാധാനമായി, ആരെയും കാണണ്ട, അവൾ കുറച്ചുകൂടി സേഫായിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു അന്നത്തെ ദിവസം രാത്രിയിൽ റഷീദ് അവളുടെ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി തൊട്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട്. അന്ന് അയാൾ അവളുടെ കൂടെയാണ് കിടക്കുന്നത്. പക്ഷെ എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇതിലൊന്നും വലിയ നാണക്കേടൊന്നും വിചാരിക്കണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു അന്ന് തൊട്ട് അവരങ്ങനെ ഒരു ജീവിതം തുടങ്ങുവാണ്. അങ്ങനെ മറിയം റഷീദിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ അവിടെ ജീവിക്കാൻ തുടങ്ങി. അവൾ അവിടെ കുക്കിങ്ങും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി ജീവിതം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൾ ആദ്യമായിട്ട് റഷീദിന് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ റഷീദ് അത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു പെരുന്നാൾ ദിവസം റഷീദും മറിയവും പുറത്തോട്ട് പോകുന്നു. അപ്പോൾ വഴി വെച്ചിട്ട് ഫരീബയെ കാണുന്നുണ്ട്. ഫരീബ അവളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പം റഷീദിന് വലിയ താല്പര്യമില്ലേ ഫരീബയോട് സംസാരിക്കുന്നത്. ഈ ഫരീബ എന്ന് വെച്ചാൽ ഫരീബയ്ക്ക് 2 ആമക്കളാണുള്ളത്, അഹമ്മദും നൂറും. ഫരീബയുടെ ഹസ്ബൻഡ് ഒരു സ്കൂൾ ടീച്ചറാണ്, ഹക്കീം എന്നാണ് പേര്. അങ്ങനെ അന്നത്തെ ദിവസം ഈ പെരുന്നാൾ ദിവസം ആകുമ്പോഴത്തേക്ക് അവളിങ്ങനെ അവളുടെ പഴയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നാനായിട്ടുള്ള ദിവസവും പിന്നെ മുല്ല ഫൈസുള്ള വരുന്നതും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവളിങ്ങനെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൾ മറിയം റഷീദിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ റഷീദിന്റെ പഴയ വൈഫിന്റെയും കുട്ടിയുടെയൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അയാളോടൊരു കുറച്ചൊരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അവൾക്കൊരു റഷീദിനോട് അങ്ങനെ അവൾക്കൊരു ഇഷ്ടമൊക്കെ ആയി. അവൾ അങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിയുന്ന സമയത്ത് മറിയം പ്രഗ്നന്റ് ആവുന്നുണ്ട്. അങ്ങനെ മറിയം പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഈ റഷീദ് എപ്പോഴും പറയും ഇതൊരു ആൺകുട്ടിയാണ്. റഷീദിന് മുന്നേ ഉണ്ടായിരുന്നത് ഒരു മോനാണ്, മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ, അതെന്തോ വെള്ളത്തിൽ വീണാണ് മരിച്ചുപോയത്. അപ്പോൾ റഷീദ് പറയുന്നുണ്ട് ഇത് മോനാവുമ്പോൾ പേര് ഞാൻ സൽമായി എന്നൊക്കെ ഇടുന്നു പറഞ്ഞിട്ട് അവൾ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അപ്പം തന്നെ റഷീദ് പറയുന്നുണ്ട് പെണ്ണാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും പേരിട്ടോ, ഇതാണ് തന്നെയാണെന്ന് ഇങ്ങനെ അയാൾ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം അവൾക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, ഇനി പെണ്ണായ എന്താവും എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ അയാൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ആഘോഷമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. റഷീദ് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു തൊട്ടിലുണ്ടാക്കുന്നു, ഡ്രസ്സ് വാങ്ങിച്ചു വെക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മറിയത്തിന് ഭയങ്കര സന്തോഷമായി. അവളിങ്ങനെ ആലോചിച്ചപ്പോൾ അവളൊരു അമ്മയാവാൻ പോകുന്നു എന്നൊക്കെയുള്ള സന്തോഷത്തിൽ അവളപ്പോൾ ഇങ്ങനെ മനസ്സിലാലോചിക്കും ഒരു പക്ഷേ ഇതിന് വേണ്ടിയിട്ടായിരിക്കും അവൾ അവിടുന്ന് ആ ഒരു ഹേറാത്തിൽ നിന്ന് കാബൂളിലോട്ട് വരുന്ന ആ ഒരു യാത്രയൊക്കെ ആലോചിക്കുന്നു. അവള് അപ്പോൾ സ്വന്തമായിട്ട് അവളിങ്ങനെ സമാധാനിക്കും, ചിലപ്പം ഇതായിരിക്കും അവളുടെ ഒരു ജീവിതത്തിന്റെ ഒരു മീനിങ്, ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവൾ ഇത്രയും സഫർ ചെയ്തത്, ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിൽ അവളിങ്ങനെ ഇരിക്കും. അങ്ങനെ പക്ഷേ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഈ റഷീദിന്റെ നിർബന്ധത്തിൽ ഇവരവിടെ അടുത്തുള്ള ഒരു ഹമാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബാത്ത് ഹൗസ് ആണ്, അവിടെ എന്തോ ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ പോകുന്നത്, എനിക്കറിയില്ല അത് എന്തെങ്കിലും ആചാരമാണോ എന്നറിയില്ല. അങ്ങനെ അവിടെ പോകുന്നുണ്ട്. പക്ഷെ ആ പോകുന്ന സമയത്ത് അവിടെ ഈ ഫരീബ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഇവൾക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് മറിയത്തിൻ്റെ അത് കുഞ്ഞ് അബോട്ടായി പോകുന്നുണ്ട്.
അങ്ങനെ അതിനുശേഷം അപ്പം തൊട്ട് റഷീദിന് അവളോട് ദേഷ്യമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു കുഞ്ഞ് അബോട്ട് ആയപ്പോൾ തൊട്ട്. അതിനുശേഷം അവൾ പിന്നീട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, പലതവണ വീണ്ടും പ്രഗ്നൻ്റ് ആയി, അങ്ങനെ പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 3-4 വർഷം കഴിഞ്ഞു. അതിനിടയിൽ അവളൊരു 7 തവണ മൊത്തത്തിൽ പ്രഗ്നൻ്റ് ആയി, അത് അബോട്ടായിപ്പോയി. അപ്പോഴത്തേക്ക് റഷീദിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. ഏകദേശം 4 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പം മറിയത്തിന് ഇപ്പോൾ ഒരു 19 വയസ്സായിട്ടുണ്ട്. റഷീദിന്റെ ആറ്റിറ്റ്യൂഡിൽ മൊത്തത്തിൽ റഷീദിന് അവളോട് ഫുൾ ദേഷ്യം. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പിന്നെ ഒന്നും മിണ്ടത്തില്ല, പഴയ പോലുള്ള ഒരു സ്നേഹമില്ല, എന്തിനും ഏതിനും അവളോട് കുറ്റം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവള് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതെല്ലാം എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവളുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്നത് എനിക്കിതെല്ലാം ഞാൻ നാനായോട് ചെയ്തതിൻ്റെ ഒരു അതിനുള്ള പണിഷ്മെന്റ് ആണെന്ന് ഇങ്ങനെ അവൾ സ്വയം അവളെ തന്നെ ഇങ്ങനെ പഴിചാരിക്കൊണ്ടാണ് അവൾ ജീവിക്കുന്നത് മൊത്തം. അങ്ങനെ ഈ റഷീദിന് തന്നെ ആണെങ്കിൽ അവൾ എന്ത് ചെയ്താലും പുള്ളിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. അങ്ങനെ അവർ തമ്മിൽ റഷീദിന് അവളോട് നല്ലൊരു അകൽച്ചയായി. മറിയത്തിന് ഇപ്പോൾ 19 വയസ്സായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾക്കിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്, അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ അവൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഫരീബ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഫരീബ വേറൊരു ഫ്രണ്ടിനോട് പറയുന്നത് അവൾ കേൾക്കുന്നത്. അപ്പോൾ ഫരീബയുടെ ഇത് 3ാമത്തെ കുട്ടിയാണ്. പിന്നെ ആ കൂടെ നിന്ന് കേൾക്കുന്ന ആ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് താരിഖ് എന്നാണ്. അപ്പോൾ ആ ഇടയ്ക്കാണ് അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ഓരോ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടുത്തെ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റഷീദ് ഇങ്ങനെ ന്യൂസിൽ റേഡിയോയിൽ കൂടെ ഒക്കെ കേൾക്കുന്നതും അവിടെ ഇങ്ങനെ ഓരോ കലാപങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണത്. ഫസ്റ്റ് പാർട്ടിന്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതിനകത്ത് ഈ ഫരീബയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നതും അതൊരു മോളാണ്. ഫരീബയ്ക്ക് ആദ്യത്തെ 2 ആമക്കളാണ്. ഇപ്പോൾ ഒരു മോൾ ഉണ്ടാവുന്നു. ആ കുഞ്ഞിന് ലൈല എന്നാണ് അവർ പേരിടുന്നത്. ഈ ഒരു ടൈം ആവുന്ന സമയത്ത് ഈ റഷീദ് മറിയത്തിൻ്റെ അടുത്ത് ഭയങ്കര ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് അതിലൊരു ലാസ്റ്റ് ഈ ഒരു പാർട്ട് 1 തീരുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് പറയുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മറിയ ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ അയാൾ കല്ലും മണ്ണും ഒക്കെ വാരിയിട്ടിട്ട് മറിയത്തിന് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്ന ഒരു ഇൻസിഡന്റ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതോടുകൂടിയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് തീരുന്നത്. ഏകദേശം ഈ ഒരു റഷീദിന്റെ ഒരു കൂടെയുള്ള ഒരു സഫറിങ്സ് ഇങ്ങനെ മറിയത്തിന്റെ ലൈഫ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് പാർട്ട് തീരുന്നത്. പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 2 എന്ന് വെച്ചാൽ ലൈലയുടെ സ്റ്റോറിയാണ്. ഈ ലൈല മറിയത്തിന്റെ നൈബറായിട്ടുള്ള ഫരീബയ്ക്ക് ഉണ്ടാവുന്ന കുഞ്ഞാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ ലൈലയുടെ ജനനം കാണിച്ചിട്ടാണ് നിർത്തുന്നത്. അന്ന് മറിയത്തിന് 19 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പം അതിനുശേഷം 9 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം ലൈലയ്ക്ക് ഇപ്പോൾ 9 വയസ്സുണ്ട്. ഇനി ലൈലയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ലൈലയുടെ വീട്ടിൽ ലൈല താമസിക്കുന്നത് ലൈലയുടെ ഉമ്മയും വാപ്പായുടെയും കൂടെയാണ്. ലൈലയ്ക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, അഹമ്മദ് ആൻഡ് നൂർ. പക്ഷെ അവർ വീട്ടിലല്ല, അവർ പുറത്ത് ഈ മിലിറ്ററി ഫോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലൈലയുടെ കളിക്കൂട്ടുകാരനാണ് താരിഖ്. ലൈലയും താരിഖും കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്നവരാണ്. ഇവർ തമ്മിൽ 3 വയസ്സ് ഡിഫറൻസ് ആണുള്ളത്. ലൈലയ്ക്ക് 2 കൂട്ടുകാരികളുണ്ട്, ഗീതി ആൻഡ് ഹസീന. ഈ ലൈലയുടെ വാപ്പ ഒരു സ്കൂൾ അധ്യാപകനാണ്. ബാബി എന്നാണ് ഇതിൽ പറയുന്നത്. പേര് ഹക്കീം എന്നാണ്. അപ്പം ലൈല വിളിക്കുന്നത് ബാബി എന്നാണ്. ബാബിക്ക് ലൈല പഠിച്ച് നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ആഗ്രഹമാണ്. പെൺകുട്ടികൾ നല്ല നിലയിൽ പഠിച്ച് അവരുടെ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബാബി. സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് യുദ്ധങ്ങളും കലാപങ്ങളും ഇങ്ങനെ ബോംബ് അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയമാണ്. ഈ താരിഖിന് 5 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഒരു കലാപത്തിൽ താരിഖിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് താരിഖിന് ഇപ്പോൾ ഒരു വെപ്പുകാലിലാണ് ജീവിക്കുന്നത്. ഈ പാർട്ട് 1 സ്റ്റാർട്ടിങ്ങിൽ താരിഖ് കാബൂളിൽ നിന്നും ഒരു 2 ആഴ്ചത്തേക്ക് മാറി നിൽക്കുന്നതും ലൈല അതിൽ വിഷമിച്ച് നടക്കുന്നതും കുറച്ച് താമസിച്ചാണ് താരിഖ് തിരിച്ചു വരുന്നത്. ആ ടൈമിൽ ലൈല ഒരുപാട് പേടിക്കുന്നുണ്ട് താരിഖിന് ഇനി എന്തെങ്കിലും പറ്റിപ്പോകുമെന്നൊക്കെ. ഈ താരിഖിന്റെ വീട്ടുകാർക്കും ലൈലയെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ പറയാറുണ്ട് ഭാവിയിൽ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാം എന്നങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടത്തിലാണ് താരിഖും ലൈലയും. കുറച്ച് നാളുകൾക്ക് ശേഷം ലൈലയുടെ വീട്ടിലൊരു ബാഡ് ന്യൂസ് വരുന്നു. ലൈലയുടെ ബ്രദേഴ്സ് അഹമ്മദും നൂറും ഒരു കലാപത്തിൽ മരണപ്പെടുന്നു. അങ്ങനെ ആ ഒരു മരണച്ചടങ്ങിൽ ലൈലയുടെ ഫ്രണ്ട്സ് ഗീതി, ഹസീന, താരിഖ് ഒക്കെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് മറിയവും റഷീദും അവരുടെ അയൽക്കാരാണല്ലോ, അവർ വന്നു പോകുന്നതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിലങ്ങനെ മറിയത്തിനും റഷീദിനും ഒരുപാട് റോളൊന്നും ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ വരുന്നില്ല. ഒരു വട്ടം ലൈല സ്കൂളിൽ പോകുന്ന ടൈമിൽ ലൈലയുടെ നൈബർ
ആണല്ലോ റഷീദ്. അപ്പോൾ റഷീദിന്റെ വീട്ടിലിങ്ങനെ ഫ്രണ്ടിൽ ഒരു കാറ് കിടക്കുന്നതായിട്ടും അതിൽ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും ലൈല കാണുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ജലീലാണ്. ലൈലയ്ക്ക് അറിയില്ലല്ലോ ഇത് ആരാണെന്നൊന്നും. അപ്പൊ ലൈലയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സെക്കൻഡ് പാർട്ട് പോകുന്നത്. അപ്പൊ ലൈല ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഷൂ മേക്കർ റഷീദിന്റെ വീട്ടില് ആരോ ഇങ്ങനെ ഒരു ബെൻസ് കാറ് കിടപ്പുണ്ട്, അതിൽ നിന്ന് ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും അയാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വെച്ചാൽ മറിയം ജലീലിനെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഹെറാത്തിൽ നിന്നും വരുന്നത്. അപ്പോൾ ജലീൽ മറിയത്തിനെ കാണാൻ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രമേ മറിയത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് ജസ്റ്റ് ലൈല ഇങ്ങനെ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു പോകുവാണ്. വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റുകാർ ഭരണത്തിൽ വരുന്നു. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട് വിട്ട് പോകുന്നുണ്ട്. അപ്പൊ ലൈലയുടെ വാപ്പയ്ക്കും അവിടെ നിന്ന് പോകണമെന്നുണ്ട്. പക്ഷെ ലൈലയുടെ ഉമ്മ അവിടെ നിന്ന് വരില്ല. കാരണം അവർ പറയുന്നത് അവരുടെ മക്കൾ ആ നാടിന് വേണ്ടിയിട്ട് മരിച്ചതാണ്. അപ്പം ആ നാട് വിട്ട് പോകാൻ ലൈലയുടെ ഉമ്മയ്ക്ക് താല്പര്യമില്ല. ഇപ്പോ ലൈലയ്ക്ക് ഒരു 14 വയസ്സായിട്ടുണ്ട്, താരിഖിന് ഒരു 17 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവര് കുറച്ചുകൂടി ഒരു കൗമാര പ്രായത്തിലെത്തി. അപ്പൊ അവരുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളർന്നിട്ടുണ്ട് ഈ ഒരു പ്രായത്തില്. ലൈലയുടെ 2 ഫ്രണ്ട്സ് ഗീതി ആൻഡ് ഹസീന ഉണ്ടല്ലോ. ഇതിൽ ഹസീനയുടെ കല്യാണം കഴിഞ്ഞ് ഓൾറെഡി അവിടുന്ന് പോകുന്നു. ഗീതിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഇടയ്ക്കുണ്ടാവുന്ന ഒരു ബോംബ് ആക്രമണത്തിൽ ഗീതി കൊല്ലപ്പെടുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഗീതി കൊല്ലപ്പെടുന്നത്. അപ്പൊ അതോടുകൂടി ബാബിക്ക് ഭയങ്കര പേടിയായിട്ട് ലൈല ബാബിയോട് ഇനി സ്കൂളിൽ പോവണ്ട, അങ്ങനെ ലൈലയുടെ എഡ്യൂക്കേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അവിടെ ഇങ്ങനെ കലാപങ്ങൾ കൂടി വരുന്ന സമയത്ത് ലൈലയുടെ ഉമ്മയും വാപ്പയും തമ്മിൽ തർക്കത്തിലാവുന്നുണ്ട്. അവിടുന്ന് പോവാം, കാബൂളിൽ നിന്ന് പോവാമെന്ന് ലൈലയുടെ വാപ്പ പറയുന്നു. പക്ഷെ മാമിക്ക് അവിടെ നിന്ന് പോവാൻ റെഡിയല്ല. അങ്ങനെ ഒരു ദിവസം താരിഖ് ലൈലയുടെ വീട്ടിൽ വന്നിട്ട് ലൈലയോട് പറയുന്നു താരിഖിന്റെ വീട്ടുകാർ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. താരിഖിന്റെ വാപ്പയ്ക്ക് ഹാർട്ടിന് സുഖമില്ല, അപ്പൊ അവിടെ നിൽക്കുന്നത് റിസ്ക് ആണ്, അങ്ങനെ അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. ലൈല അത് കേട്ട് ഒരുപാട് വിഷമിക്കുകയും കരയുന്നൊക്കെ സമയത്ത് താരിഖ് അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ആ സമയത്ത് അറിയാതെ അവരുടെ ഇടയിൽ ഒരു ഇന്റിമേറ്റ് റിലേഷനിലോട്ട് പോകുന്നുണ്ട്. അവിടെ ലൈലയുടെ ഉമ്മയും വാപ്പയും ഒന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. അങ്ങനെ അത് കഴിയുന്ന സമയത്ത് ലൈലയോട് താരിഖ് പറയും, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം, നമുക്ക് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയും. അപ്പോൾ ലൈലയ്ക്ക് പക്ഷെ അത് പറ്റത്തില്ല. ലൈല പറയുന്നത് മമ്മിയും ബാബയും വിട്ടിട്ട് ലൈലയ്ക്ക് വരാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഓൾറെഡി 2 മക്കൾ അവരുടെ മരിച്ചുപോയി. അപ്പോൾ ഇനി അവൾ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു കൂട്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ താരിഖ് അവിടെ നിന്ന് വിഷമിച്ചു പോകുന്നു. ലൈലയും അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. താരിഖ് അവിടുന്ന് പോയി 2 ആഴ്ച കഴിയുന്ന സമയത്ത് മാമി അവിടുന്ന് കാബൂളിൽ നിന്ന് പോവാൻ സമ്മതിക്കുന്നത്. അപ്പോൾ ലൈലയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം അവരിനി പോകാൻ പോകുന്നത് താരിഖ് പോയേക്കുന്ന സ്ഥലത്തോട്ടാണ്. അങ്ങനെ അവരവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. പോകാനായിട്ടുള്ള ഒരു ടാക്സി വന്നു. അപ്പോൾ അതിലിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഈ ബാബി സ്കൂൾ അധ്യാപകനാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് ബുക്സ് ഒക്കെ ലൈല ഇങ്ങനെ എടുത്ത് ഒരു ബോക്സിലാക്കി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ബാബി പറയുന്നുണ്ട് അതിന് വെയിറ്റ് ആണ്, ബാബി കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൈല പറയില്ല, കുഴപ്പമില്ല ഞാൻ കൊണ്ടുവെക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ടാക്സിയുടെ അടുത്തോട്ട് ചെല്ലും. അപ്പൊ ആ ഒരു ടൈമിൽ അവിടെ ഒരു ബോംബ് പൊട്ടുന്നു. പക്ഷെ അത് വന്ന് വീഴുന്നത് ലൈലയുടെ വീട്ടിലാണ്. അങ്ങനെ അതോടുകൂടി ലൈലയുടെ ഉമ്മയും വാപ്പയും മരണപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ ലൈല എവിടെയാണ്, ലൈല കണ്ണുറക്കുമ്പോൾ ലൈലയെ ആരൊക്കെയോ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. അവൾക്ക് ആരാന്നറിയത്തില്ല. അങ്ങനെ അവള് ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കാണിച്ചാണ് സെക്കൻഡ് പാർട്ട് തീരുന്നത്. ഈ തേർഡ് പാർട്ടിൽ മറിയത്തിന്റെയും ലൈലയുടെയും സ്റ്റോറി ഒന്നിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ മറിയത്തിന്റെ സ്റ്റോറി മാത്രമായിരുന്നു. സെക്കൻഡ് വണ്ണിലാണ് ലൈലയുടെ പറയുന്നത്. അതിൽ ലാസ്റ്റ് വന്ന സമയത്ത് ലൈല ഒറ്റയ്ക്കായി, ലൈലയുടെ എല്ലാവരും മരണപ്പെട്ടു, ലൈല മാത്രമാണ് ആ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും അവിടുന്ന് ലൈലയെ കണ്ടിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത് റഷീദാണ്. ഇപ്പം അവൾക്ക് ഒരുപാട് ഇഞ്ചേർഡ് ആണ്. അവളുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളും ട്രീറ്റ്മെന്റും മെഡിസിനും ഒക്കെ നോക്കുന്നത് റഷീദാണ്. അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് മറിയാണ്. ഇപ്പം ലൈല മറിയത്തിന്റെയും റഷീദിന്റെയും വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ ലൈലയ്ക്ക് കുറച്ചിങ്ങനെ ഒരു ഓക്കെ ആയി വരുന്ന ഒരു സമയത്ത് ലൈല ഇങ്ങനെ മറിയത്തിനോട് പറയുന്നുണ്ട്, അവൾക്കപ്പോൾ ഒരു കുറ്റബോധമുണ്ട്. അവളോട് ബാബി പറഞ്ഞതായിരുന്നല്ലോ ബുക്സ്, ആ ഒരു ബുക്ക് കൊടുക്കാൻ ടാക്സിയിലോട്ട് വെക്കുന്ന ടൈമിലാണ് ആ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ബാബി പറയുന്നതാണ് ബാബി കാറിൽ കൊണ്ടുവെക്കാമെന്ന്. പക്ഷെ അത് ലൈലയാണ് അപ്പോൾ ഇല്ല വേണ്ട അവൾ കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞിട്ട് ലൈല കാറിലോട്ട് പോകുന്ന സമയത്താണ് വീട്ടിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ ലൈലയുടെ ബാബിയും മമ്മിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ലൈല പുറത്തായതുകൊണ്ട് മാത്രമാണ് ലൈല രക്ഷപ്പെട്ടത്. അപ്പോൾ ലൈലയ്ക്ക് അതൊരു കുറ്റബോധമാണ്. ബാബിയായിരുന്നു അത് വെക്കാൻ പോയതെങ്കിൽ
ഭാവി മരിക്കത്തില്ലായിരുന്നു, അപ്പോൾ അവളെ മരിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവളിങ്ങനെ അത് ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് മറിയത്തിനോടാണ് പറയുന്നത്. അപ്പം മറിയം അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് മറിയത്തിന് മനസ്സിലാവുന്നില്ല. കാരണം മറിയത്തിന് അറിയാം ഈ ഒരു കുറ്റബോധം ഉണ്ടായാലുള്ള ഒരവസ്ഥ. കാരണം അവൾ നാന മരിച്ച സമയത്ത് ഈ സെയിം ഒരു ഇത് അന്ന് അവൾ പോയില്ല, ജലീലിനെ കാണാൻ മറിയം അവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ നാന എപ്പോഴും ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു ഇത് എപ്പോഴും മറിയത്തിന് ഉണ്ടല്ലോ. അപ്പം ലൈല ഇങ്ങനെ അത് പറയുന്ന സമയത്ത് മറിയം ആ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഈ റഷീദിൻ്റെ വീട്ടിൽ ലൈലയെ കാണാൻ വേണ്ടിയിട്ട് അബ്ദുൾ ഷെരീഫ് എന്ന് പറയുന്ന ഒരാൾ വരുന്നു. അപ്പോൾ അയാൾ വരുന്നത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് താരിഖിനെ കണ്ടായിരുന്നു. അപ്പോൾ താരിഖ് ഓൾറെഡി ഇൻജേർഡായി. താരിഖിന് ഒരു കലാപത്തിൽ ബോംബ് ഇത് പൊട്ടിയിട്ട് താരിഖിൻ്റെ ഫുള്ള് വയ്യാതായി. താരിഖിൻ്റെ മറ്റേ കാലിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ചിട്ട് വളരെ ഒരു മോശം അവസ്ഥയിൽ താരിഖിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരിഖ് ആ ഒരു സമയത്തും എപ്പോഴും ലൈലയെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കാബൂളിൽ വന്ന് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ലാസ്റ്റ് പറയുന്നുണ്ട് താരിഖ് അവിടെ വെച്ചിട്ട് മരിച്ചു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത് വരുന്നത്. അപ്പോൾ ലൈല ആകെ ഷോക്കായി. പക്ഷേ ലൈലയ്ക്ക് ഒന്നുമില്ല. കാരണം ലൈലയുടെ ഓൾറെഡി ഉമ്മയും വാപ്പായൊക്കെ മരിച്ചു. അപ്പോൾ അവൾ ആ ഒരു ഷോക്കിലാണ്. അതിൻ്റെ കൂടെ താരിഖും പോയി. അങ്ങനെ അവൾക്ക് മനസ്സിലാവുന്നു അവളുടെ ആ ഒരു പഴയ ജീവിതത്തിലുള്ള ആരും തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നല്ല എന്നുള്ളൊരു റിയാലിറ്റി ലൈലയ്ക്ക് മനസ്സിലാവുന്നു. ലൈല അവിടെ താമസമായിട്ട് ഇപ്പം ഏകദേശം 1 മാസമായി. ലൈലയ്ക്ക് ഒരുവിധം ഓക്കെ ആയി വരുന്ന ഒരു സമയത്ത് മറിയം നോക്കുമ്പോൾ റഷീദിൻ്റെ ഒരു സ്വഭാവത്തിൽ കുറച്ചൊരു മാറ്റം തോന്നി തുടങ്ങി. റഷീദിന് ലൈലയുടെ ഒരു താല്പര്യം ഉള്ളതുപോലെ മറിയത്തിന് മനസ്സിലായി തുടങ്ങി. അയാളിങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ആദ്യമൊക്കെ ഈ ഒരു അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഇതിൽ മറിയവും നിന്നു. പക്ഷെ പിന്നെ അയാളുടെ ഒരു അപ്രോച്ചിൽ ലൈലയോടത്തൊരു താല്പര്യം കൂടുതൽ കണ്ടപ്പം മറിയം അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഈ റഷീദിന് ഓൾറെഡി 60 വയസ്സിന് മേലിലുണ്ട്. അയാൾ മറിയത്തിനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അയാൾക്കൊരു 45 വയസ്സുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം മറിയത്തിനെ കല്യാണം കഴിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് അയാൾക്ക് ഈ ലൈലയോട് ഒരു താല്പര്യമുള്ള പോലെ പറയുന്നത്. അപ്പോൾ മറിയം ചോദിക്കുമ്പോൾ റഷീദ് ഡയറക്റ്റ് പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കണം. അതിനയാൾ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി വന്ന് താമസിച്ചാൽ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും, അത് നിനക്കും എനിക്കും അതാണ് നല്ലത്. അപ്പം ഇത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചു പോയാൽ അത് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പം മറിയം പറയുന്നുണ്ട് എനിക്കത് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ റഷീദിന് ദേഷ്യം വരുന്നുണ്ട്. റഷീദ് പറയുന്നുണ്ട് അതിൽ നിന്റെ തീരുമാനമല്ല എൻ്റെ ലൈലയുടെ തീരുമാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ കൊച്ചാണല്ലോ. അപ്പോൾ അയാൾ പറയുന്നത് പ്രായത്തിൻ്റെ വെച്ചിട്ട് പറയണ്ട, കാരണം ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് മറിയത്തിന് 15 വയസ്സുള്ളായിരുന്നു. ഇപ്പോൾ ലൈലയ്ക്ക് 14 വയസ്സുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു വ്യത്യാസമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 2 കല്യാണം കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഓൾറെഡി ജലീലിന്, അതായത് മറിയത്തിൻ്റെ വാപ്പയ്ക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മറിയം 4ാമത്തെ ഭാര്യയായിരുന്നു, മറിയത്തിൻ്റെ ഉമ്മ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് റഷീദ് പിന്നെയും ലൈലയെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ്. അപ്പം മറിയം പിന്നെയും സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് റഷീദ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലൈല ഇവിടെ നിന്ന് പറഞ്ഞു വിടാം, പക്ഷെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവളെ എവിടെയെങ്കിലും ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവൾ ബോംബാക്രമണത്തിൽ വല്ലതും കൊല്ലപ്പെട്ടു പോകും. അങ്ങനെ പറയുമ്പോഴത്തേക്കും മറിയത്തിന് വേറെ വഴിയില്ല. മറിയം സമ്മതിക്കുന്നുണ്ട്. റഷീദ് പറഞ്ഞിട്ട് മറിയം പോയി ലൈലയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ റഷീദിന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അത് എന്താണെന്നുള്ള ചോദിക്കുന്ന സമയത്ത് ലൈല അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ലൈലയ്ക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, അവൾക്കിനിയിപ്പം ആരുമില്ല, അതുകൊണ്ടായിരിക്കും അവളത് ഓക്കെയാണ്, അവൾക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ലൈല എന്തുകൊണ്ട് റഷീദിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ, ശരിക്കും ലൈല വിചാരിച്ചിരുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പാകിസ്ഥാനിൽ പോകണം, താരിഖിന്റെ കൂടെ ജീവിക്കണം എന്നായിരുന്നു. താരിഖ് പാകിസ്ഥാനിലോട്ടാണല്ലോ പോയത്. പക്ഷെ അപ്പോഴാണ് അയാൾ വന്നിട്ട് പറയുന്നത് താരിഖ് മരിച്ചുപോയിന്ന്. പിന്നെ അവൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവളുടെ ഒരു പീരീഡ്സ് മിസ്സായിട്ടുണ്ട്. അവളുടെ ശരീരത്തിലുള്ള ഒരു മാറ്റമൊക്കെ വെച്ചിട്ട് അവൾക്ക് മനസ്സിലായി അവൾ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോൾ അത് താരിഖിന്റെ കുട്ടിയുമാണ്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് അവള് ഇനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും ഏതെങ്കിലും ഒരു ക്യാമ്പിലാകും, അല്ലെങ്കിൽ ഒരു പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇൻ കേസ് കുഞ്ഞുണ്ടായാലും കുഞ്ഞൊട്ടും സേഫ് അല്ല. അതുകൊണ്ട് അവൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് റഷീദിനെ കല്യാണം കഴിക്കാം എന്നവൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവളത് ഇതിന് സമ്മതിക്കുന്നത്. ഇത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇത് സമ്മതിച്ചെങ്കിലും ലൈലയുടെ മനസ്സിൽ അപ്പോൾ ഈ മറിയത്തിനോട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു കുറ്റബോധം അവൾക്കുണ്ട്. അപ്പോൾ ലൈലയ്ക്ക് ഒരിക്കലും മറിയത്തിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മറിയാണെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ഒരു ലൈലയുടെയും റഷീദിൻ്റെയും നിക്കാഹ് കഴിയുന്നു.
അതോടുകൂടി ഇനി അങ്ങോട്ട് ലൈല ആൻഡ് മറിയം റഷീദിൻ്റെ ഭാര്യയായിട്ട് അവർ ആ ഒരു വീട്ടിൽ ആണ് താമസിക്കുന്നത്. മറിയവും ലൈലയും ഒന്നിച്ചാണെങ്കിലും ഇവരുടെ ഇടയിൽ അങ്ങനെ അധികം ഒരു സംസാരമൊന്നുമില്ല. ലൈല പലതവണ മറിയത്തിനോട് സോറി പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിലും മറിയം അങ്ങനെ സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. റഷീദ് അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെന്ത് സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷീദ് മറിയത്തിനെ ഒരുപാട് കൊച്ചാക്കിയിട്ട് ലൈലയോട് പറയുന്നുണ്ട്, മറിയം ഇങ്ങനെ ഹറാമിയായിട്ടുണ്ടായ കുട്ടിയാണ്, ഒരു കൊച്ചാണ്, അവളുടെ ഉമ്മയുടെ കഥയും വാപ്പയുടെ കഥയും, അവൾ താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട്ടിലാണ്, അവളൊരു നാട്ടും പുറത്തുകാരിയാണ്, നമ്മളെ ഒന്നും പോലെയല്ല, അതായത് റഷീദും ലൈലയൊക്കെ കുറച്ച് വലിയ വീട്ടിലെ ആൾക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ മറിയത്തിനെ ഒരുപാട് തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ലൈലയാണ് ഈ വീടിൻ്റെ ഒരു എല്ലാം എന്നൊക്കെ റഷീദ് പറയുന്നുണ്ട്. എന്നിട്ട് ലൈലയോട് റഷീദ് തന്നെ പറയുന്നുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും മറിയം നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും, പുറത്ത് പോകണമെങ്കിൽ റഷീദിൻ്റെ കൂടെ പുറത്ത് പോകാവും, ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യമാണ് റഷീദ് ഇല്ലാത്ത സമയത്താണെങ്കിൽ മറിയം പോയി വാങ്ങിച്ചോളും, ഒറ്റയ്ക്ക് അങ്ങനെ ലൈല പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ ബുർക്ക ധരിക്കണം, അങ്ങനത്തെ മുന്നേ ഉണ്ടായിരുന്ന മറിയത്തിന് കൊടുത്ത കുറച്ച് റൂൾസ് ഉണ്ടല്ലോ അയാളുടെ ഒരു രീതികൾ, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം മറിയവും ലൈലയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മറിയം കുറച്ച് റൂഡായിട്ട് തന്നെ ലൈലയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ജോലിക്കാരിയായിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ വീട്ടു ജോലിയൊക്കെ നീയും ചെയ്യണം, കുക്കിംഗ് ഒക്കെ മറിയം തന്നെ ചെയ്തോളാം, പക്ഷേ ലൈല വീട്ടിലെ ക്ലീനിങ്ങും ലോണ്ടറിയൊക്കെ ചെയ്യണം, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം, ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക്, എങ്ങനെ ഒരു വളരെ ഇതായിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈല കരയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മറിയത്തിനൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. ശരിക്കും മറിയം അങ്ങനെ മറിയം ഒരു പാവമാണല്ലോ, മറിയം അങ്ങനെ ഒരു ദുഷ്ടമായിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ വേറൊരു ഭാര്യയെ കല്യാണം കഴിച്ചു, അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ടാണ് ലൈലയോട് അവൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പം അവൾക്ക് പറഞ്ഞതിലൊരു വിഷമമുണ്ട്, എന്നാൽ അവളുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം പറഞ്ഞതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അങ്ങനെയാണ് മറിയവും ലൈലയും തമ്മിൽ സംസാരിക്കുന്നത്. അവർ അതിനുശേഷം ഒന്നിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ രണ്ടുപേരോട് ഇടപെട്ട് പോകുന്നു. പക്ഷെ അവരുടെ ഇടയിൽ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ലൈല പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. റഷീദിന് ഭയങ്കര സന്തോഷമാകുന്നു. റഷീദിന് അപ്പോൾ ഒരു ആൺകുട്ടി മതി എന്നൊക്കെ തന്നെ, ഇപ്പോഴും പെൺകുട്ടി വേണ്ട, മറിയം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ അയാൾ ആൺകുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ റഷീദിന് ആ കൊച്ചിനോടൊരു താല്പര്യമില്ല, കുഞ്ഞിനെ നോക്കത്തില്ല, അയാൾക്ക് കൊച്ചിൻ്റെ കരച്ചിൽ പ്രശ്നം വീട്ടിൽ. അങ്ങനെ ലൈലയോട് എപ്പോഴും ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഇവർ തമ്മിൽ വഴക്കിടാറുണ്ട്. ലൈലയുടെ കുഞ്ഞിൻ്റെ പേര് അസീസ എന്നാണ്. ഈ ഒരു ദിവസം രാത്രിയിൽ റഷീദും ലൈലയും തമ്മിൽ ഈ അസീസ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വഴക്കാവുന്നുണ്ട്. അപ്പോൾ റഷീദ് ആ ദേഷ്യം തീർക്കുന്നത് മൊത്തം മറിയത്തിൻ്റെ അടുത്താണ്. മറിയത്തിനെ വന്ന് അയാൾ അടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ കൂടെ കൂടിയിട്ടാണ് ലൈല ഇപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് തിരിഞ്ഞതെന്ന് പറഞ്ഞിട്ട് മറിയത്തിനെ അടിക്കുന്നുണ്ട്. അപ്പം ലൈല റഷീദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മറിയത്തിനെ ഒന്നും ചെയ്തെന്ന് പറഞ്ഞിട്ട് മറിയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ലൈലയാണ് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോൾ ആ ദേഷ്യത്തിന് അയാൾ രണ്ടുപേരെ ലൈലയും മറിയത്തിനെ അയാൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രി അയാൾ ലൈലയും കുഞ്ഞിനെ മുറിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവരന്ന് തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ മറിയം വന്ന് നോക്കുമ്പോൾ ലൈല ഇങ്ങനെ അടിയൊക്കെ കൊണ്ട് ആവശ്യമായിട്ട് അവൾ കിടന്നുറങ്ങുവാണ്, കുഞ്ഞുണന്ന് നടക്കുന്നത്. അപ്പോൾ അവൾ ആദ്യമായിട്ട് മറിയം കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ നോക്കുന്നു. അപ്പോൾ കുഞ്ഞിനും അവളെ കണ്ടപ്പോൾ ചിരിക്കുന്നു. അവൾ മാറിയ സമയത്ത് അസീസ കരയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ കുഞ്ഞിനെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ താലോലിച്ച് കുഞ്ഞ് അങ്ങനെ അവളുടെ കയ്യിൽ നിന്നാണ് ഉറങ്ങുന്നത്, മറിയത്തിൻ്റെ കയ്യിൽ നിന്നാണ് അസീസ ഉറങ്ങുന്നത്. അങ്ങനെ അതോടുകൂടി മറിയത്തിന് ലൈലയോടും അസീസയോടും കുറച്ചൊരു സ്നേഹവും, അവർ ഈ റഷീദിനെ കൊണ്ട് അവർക്കും ഒരുപാട് സഫറിങ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സിലൊരു അലിവ് തോന്നുന്നുണ്ട് ലൈലയോടും കുഞ്ഞിനോടും. അതിനുശേഷം ലൈല ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ്, റഷീദിന് ആക്ച്വലി ഇങ്ങനെ ഒരു അസീസയുടെ കാര്യത്തിൽ ചില സംശയമുണ്ട്. അയാളിങ്ങനെ ഒരു സംശയം ഉള്ളതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, താരീഖുമായിട്ട് എന്തായിരുന്നു റിലേഷൻഷിപ്പ്, ഇനി അയാളുടെ കുട്ടിയല്ലേ എന്നൊക്കെയുള്ളൊരു സംശയം പോലെയൊക്കെ റഷീദ് പറയാറുണ്ടായിരുന്നു. അപ്പം തന്നെ ലൈലയ്ക്ക് ടെൻഷനാണ്, എന്താവും ഇയാളിത് കണ്ടുപിടിച്ചാലെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിലൊന്നും ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അപ്പോൾ റഷീദ് ഇങ്ങനെ അസീസ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പം ലൈലയ്ക്ക് അതൊരു ടെൻഷനാണ്. അതിനിടയിൽ ലൈല റഷീദ് അറിയാതെ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇങ്ങനെ 10ഉം 20ഉം ഒക്കെ പൈസ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. കാരണം അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇവിടുന്ന് കുറച്ച് പൈസ ആക്കിയിട്ട് ഇവിടുന്ന് കാബൂളിൽ നിന്ന് റഷീദിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ് അവളുടെ ഒരു ആഗ്രഹം.
ഒരു ദിവസം നോക്കുന്ന സമയത്ത് ലൈലയുടെ റൂമിൻ്റെ പുറത്ത് മറിയം അസീസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സസ് വെച്ചിരിക്കുന്നു. അതിൽ കുറച്ചൊക്കെ അവൾ തയ്ച്ചതാണ്, കുറച്ചൊക്കെ അവൾ വാങ്ങിച്ച് അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ലൈല ചെന്നിട്ട് മറിയത്തിനോട് ഇങ്ങനെ ആ ഡ്രസ്സിന് താങ്ക്സ് പറയുമ്പോഴത്തേക്കും മറിയം പറയും അത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ സ്വന്തമായിട്ട് തയ്ച്ചതും വാങ്ങിച്ചതും ഒക്കെയാണ്, ഇനിയിപ്പോൾ അത് ആവശ്യമില്ല, അസീസയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് മറിയം പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ സംസാരിച്ചത് നീയാണ്. റഷീദ മറിയത്തിനെ അടിക്കുന്ന ടൈമിൽ ലൈല മറിയത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവളിങ്ങനെ അത് പറയും, ആരും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചിട്ടില്ല എന്നിങ്ങനെ മറിയം പറയും. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ചെറിയൊരു സൗഹൃദമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലൈല പറയും നമുക്ക് പുറത്തു പോയിരുന്ന് ചായ കുടിച്ചാലോ. അപ്പം മറിയത്തിനൊരു പേടിയുണ്ട്, എന്നിട്ട് റഷീദിന് ഒരു പേടിയുണ്ട്. പക്ഷെ പിന്നെ അവർ രണ്ടുപേരും കൂടി പുറത്തു പോയിരുന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ നല്ലൊരു കൂട്ടാവുന്നുണ്ട്, രണ്ടുപേരും നല്ല കമ്പനി ആവുന്നു. അങ്ങനെ അതോടുകൂടി മറിയവും ലൈലയും പിന്നീട് ശത്രുക്കളല്ല, അവർ മുന്നോട്ട് സന്തോഷത്തോടുകൂടി ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ മറിയവും ലൈലയും വീട്ടുകാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അസീസയ്ക്കാണെങ്കിലും മറിയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ എല്ലാ ദിവസവും വൈകിട്ടിരുന്ന് ചായ കുടിക്കും. അവർ തമ്മിൽ ഒരുപാട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മറിയവും ലൈലയും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയത്തിൻ്റെ പഴയ കഥകളൊക്കെ പറയാൻ തുടങ്ങി. മറിയത്തിൻ്റെ വാപ്പയെക്കുറിച്ചും ജലീലിനെ കുറിച്ചും നാന മരിച്ചതിനെക്കുറിച്ചും എല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം റഷീദിനെ കല്യാണം കഴിച്ചു ഇവിടെ വന്നതും അവളുടെ പ്രഗ്നൻസീസും അതിനുശേഷമുള്ള എല്ലാ സഫറിങ്സിനെ കുറിച്ചും മറിയം ലൈലയോട് പറയുന്നുണ്ട്. അപ്പോൾ ലൈല ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇവിടുന്ന് ലൈലയും അസീസയും ഇവിടുന്ന് പോകാനുള്ള പ്ലാനാണ്, ഞങ്ങളുടെ കൂടെ മറിയവും വരണമെന്ന് പറയും. അപ്പം മറിയ ആദ്യം ഇങ്ങനെ അതിന് വേണ്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ലൈല നിർബന്ധിക്കുന്നുണ്ട്. അപ്പം മറിയ ആലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ലൈലയും മറിയവും തമ്മിൽ ഒന്നിച്ച് കൂട്ടായിട്ടൊരു 3 വർഷത്തോളമായി കേട്ടോ. അപ്പം കഴിഞ്ഞ ആ ഒരു 10-18 വർഷത്തോളം മറിയ അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. അന്നേരം അവൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഈ ഒരു 3 വർഷം അസീസയുടെയും ലൈലയുടെയും കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ഇനി അവരാരും ഇല്ലാതെ വീണ്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മറിയത്തിന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ലൈല നിർബന്ധിക്കുമ്പം മറിയം സമ്മതിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഒന്നിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാമെന്ന്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഒരു അവസരം കിട്ടുന്ന സമയത്ത് റഷീദ് ഇല്ലാത്തപ്പോൾ മറിയവും ലൈലയും അസീസയും വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവരൊരു ബസ് സ്റ്റേഷനിലെത്തും. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭരണ സമയത്ത് ആരെങ്കിലും ആണുങ്ങളില്ലാതെ പുറത്തോട്ട് പെണ്ണുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവരിങ്ങനെ ആ ബസ് സ്റ്റേഷനിൽ തന്നെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവിടുന്ന് ഒരാളെ അവർ കണ്ടുപിടിക്കും. അപ്പോൾ അയാൾ ഒരു ഫാമിലിയാണ്, അയാളുടെ കൂടെ ഒരു വൈഫും അസീസയെ പോലെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവർ പോയി കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറിയത്തിൻ്റെ മോളാണ് ലൈല, മറിയത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതുപോലെ തന്നെ ലൈലയുടെയും ഹസ്ബൻഡ് മരിച്ചുപോയി. ലൈല ഒരു വിഡോ ആണ്, വിത്ത് ഒരു കുട്ടിയായിട്ട് പോവാണ്. അപ്പം അയാൾ പറയും അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അയാളുടെ കൂടെയാണ്, അയാളുടെ കസിൻസാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറാമെന്ന് പറയുന്നു. അങ്ങനെ ബസ് വരുന്ന സമയത്ത് അവിടുത്തെ ഇങ്ങനെ സോൾജേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും അയാൾ തന്നെ ഇവരെ ഒറ്റി കൊടുക്കുന്നുണ്ട്. ഇവർ വിശ്വസിച്ച് ഏൽപ്പിച്ച അയാൾ തന്നെ പോലീസുകാരോട് പറയുന്നുണ്ട് ഇവർ ഇങ്ങനെ കള്ളത്തരമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് പോന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേരെയും മറിയത്തിനെയും ലൈലയും മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് മൊത്തം കള്ളമാണെന്ന്. അങ്ങനെ റഷീദ് അവിടെ വരുന്നു. റഷീദ് ഇവരെ പിടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ റഷീദ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അയാളുടെ ദേഷ്യം മൊത്തം മറിയത്തിൻ്റെയും ലൈലയുടെയും ദേഹത്ത് തീർക്കുന്നുണ്ട്. അയാൾ മറിയത്തിനെ അവിടെ നിർത്തിയിട്ട് ലൈലയും കുഞ്ഞിനെയും മുറിയിൽ കൊണ്ടുപോകും. എന്നിട്ട് മുറിയിലിട്ട് ലൈലയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാൾ മറിയത്തിനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീടിന് വെളിയിൽ ഒരു ടൂൾ ഷെഡുണ്ട്, ആ ഷെഡിൽ കൊണ്ടുപോയിട്ട് അയാൾ കുറേ ഉപദ്രവിച്ചിട്ട് അവളെ അവിടെ പൂട്ടിയിടും. ഒരു വെട്ടം പോലും കയറാത്ത രീതിയിൽ അത് ഫുൾ ആണി അടിച്ച് അവളെ അതിനകത്തിടും. എന്നിട്ട് അടുത്ത ദിവസമാണ് അയാൾ പിന്നെ ഇവർ രണ്ടുപേരെയും ഇറക്കിയിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഇനി ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ തീർക്കും എന്നുള്ള രീതിയിൽ ഒരു ലാസ്റ്റ് വാണിങ്ങും കൊടുത്തിട്ടാണ് ലൈലയും മറിയത്തിൻ്റെ അടുത്തൊന്നും പോകുന്നത്. പിന്നെ അതിന് ശേഷം അവരവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ കുറച്ചാൾ കഴിയുന്ന സമയത്ത് ഒരു 2-3 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ ഭരണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ താലിബാൻകാർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ആദ്യം ചെയ്യുന്നത് കുറേ റൂൾസ് അങ്ങ് പറയുകയാണ്. അത് മൊത്തവും സ്ത്രീകൾക്കെതിരെ ഉള്ളതാണ്. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൂടാ. പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ റിലേറ്റീവ് കൂടെ വേണം.
അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സ്ത്രീകളെ അടിക്കും. പിന്നെ മുഖം കാണിച്ചുകൂടാ, ബുർക്ക ഇട്ട് നടക്കാവൂ, ആണുങ്ങളെ നോക്കിക്കൂടാ, ആണുങ്ങളോട് സംസാരിച്ചുകൂടാ, പെൺകുട്ടികൾ സ്കൂളിൽ പോയിക്കൂടാ, അങ്ങനെ പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു, സ്ത്രീകൾ ജോലിക്ക് പോയിക്കൂടാ. ഇതിലെന്തെങ്കിലും റൂൾസ് അവിടെ തെറ്റിച്ചു കഴിഞ്ഞാൽ അവരെ കല്ലെറിയും, അടിക്കും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ റൂൾസ്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ലൈല വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പം ലൈലയുടെ ഡെലിവറി എടുത്തു അവർ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് ആണ് കാണിക്കുന്നത്. പക്ഷെ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, അവിടെ ആകെ ബഹളം, അവർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഡിലേ ചെയ്യണം. അങ്ങനെ മറിയം ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ലൈലയെ അകത്ത് കയറ്റുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറ്റിയിട്ട് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ് ബ്രീച്ച് പൊസിഷനിലാണ്. അപ്പോൾ അതൊരു നോർമൽ ഡെലിവറി നടക്കത്തില്ല, സിസേറിയൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ താലിബാൻകാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോലും അവർ ഒരു ഇത് കൊടുത്തിട്ടില്ല. അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു അനസ്തെറ്റിസ്റ്റ് ഇല്ല, ഒരു പെയിൻ കില്ലർ കൊടുക്കാനില്ല, ഒരു ആൻറ്റിബയോട്ടിക്സ് ഇല്ല, ഒരു പ്രോപ്പർ മെഡിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് ആ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ പക്ഷേ ലൈല അപ്പോൾ വേദനയിലാണെങ്കിൽ അവൾ പറയുന്നുണ്ട് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അവൾ ആ കുഞ്ഞിനെ പുറത്തെടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഡോക്ടേഴ്സ് അവളെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ ഒരു ഓപ്പൺ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രസവത്തിൽ ലൈലയ്ക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാകുന്നത്. അപ്പം റഷീദിന് നല്ല സന്തോഷമാകുന്നുണ്ട്. റഷീദ് ആഗ്രഹിച്ച പോലെ ഒരു ആൺകുഞ്ഞിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആ കുഞ്ഞിന് സൽമായി എന്നാണ് പേരിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആസീസയ്ക്കൊരു 6 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് സൽമായി കുറച്ചുകൂടി വലുതായി 1-2 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഈ അവിടത്തെ ഈ ഒരു ഭരണകൂടം കുറേ പ്രശ്നങ്ങളൊക്കെ കാര്യം റഷീദിൻ്റെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി, അവർക്ക് പൈസ ഒന്നും ഇല്ലാതായി, അവർ ഫിനാൻഷ്യലി അവർ ഒരുപാട് താഴോട്ടായി. റഷീദിന് എത്ര പൈസ ഇല്ലെങ്കിലും അയാൾക്കിപ്പോൾ ഒരു മോനുണ്ടല്ലോ സൽമായി. അപ്പോൾ സൽമായിക്ക് വേണ്ടിയിട്ട് അയാൾ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അയാൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, വീട്ടിൽ ഫുഡിന് അങ്ങനെ അവർക്ക് ഫുഡ് കുറവായി, വീട്ടിലെ ആളുകളും കൂടുതലുണ്ട്. അങ്ങനെ ഇടയ്ക്ക് അയാൾ ഈവൻ അസീസയെ അവിടുന്ന് എവിടെയെങ്കിലും കൊണ്ട് വിട്ടാലോ എന്ന് വരെ അയാൾ പറയാൻ തുടങ്ങി. അങ്ങനെ വീട്ടു സാധനങ്ങൾ വരെ അവർ വീട്ടിലുള്ള ഫർണിച്ചേഴ്സും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അവർ അങ്ങനെയെങ്കിൽ അവർ കുറച്ച് പൈസ ഉണ്ടാക്കി ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ പാടുപെടുന്നത് ശരിക്കും. അപ്പോൾ ഒരു പട്ടിണിയുടെ അവരിത് അവർക്ക് നല്ല പോലെ അനുഭവിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് പോലും ഫുഡില്ലാതായി, സൽമായും അസീസയും ഒരുപാട് ക്ഷീണിച്ചു പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൈല ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ലൈല അപ്പോൾ ഇങ്ങനെ മറിയത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ മരിച്ചു പോകുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ലൈല കരയുന്നുണ്ട്. അപ്പം മറിയം പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഞാൻ ഉള്ളപ്പോൾ ഒരിക്കലും നിൻ്റെ മക്കൾക്കും നിനക്കും ഒന്നും വരത്തില്ല എന്ന് മറിയം പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒരുപാട് മോശമാകുന്ന സമയത്ത് മറിയം തീരുമാനിക്കും മറിയത്തിൻ്റെ വാപ്പ ജലീലിൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിക്കാമെന്ന്. അങ്ങനെ മറിയവും റഷീദും കൂടി അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ഹെയറാത്തിലോട്ട് വിളിക്കുന്നുണ്ട്, ജലീലിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ഓർക്കുന്നുണ്ട് ശരിക്കും അതിനുശേഷം കല്യാണം കഴിച്ച് റഷീദിൻ്റെ അടുത്തോട്ട് വന്ന ശേഷം അവൾ ജലീലുമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. അതിനുശേഷം ഒരു വട്ടം ജലീൽ മറിയത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നായിരുന്നു. അതൊരു 13 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ വന്നിട്ട് അവളിങ്ങനെ അയാൾ കാത്തു നിന്നിട്ടും മറിയം തുറക്കുന്നില്ല. മറിയം അയാളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. കാരണം അവൾക്ക് അന്ന് അതിനുശേഷം അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ അവർ തമ്മിലൊരു ബന്ധമില്ല എന്ന് അവൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അവൾ ആലോചിക്കുമ്പം അവൾ അന്ന് കാണിച്ചത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇപ്പം ഈ റഷീദിൻ്റെ കൂടെയുള്ള ജീവിതമൊക്കെ വന്നപ്പോഴത്തേക്കും അവൾക്ക് ശരിക്കും ജലീൽ ചെയ്തതൊരു തെറ്റായിട്ടേ തോന്നുന്നില്ല, പൊറുക്കാവുന്ന ഒരു തെറ്റേ ജലീൽ ചെയ്തിട്ടുള്ളൂ എന്ന് അവൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അന്ന് അവളത് വാപ്പ വന്നപ്പോഴത്തേക്കും വീട് തുറക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഒരുപാട് അയാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവസാനം ഒരു ലെറ്റർ അവിടെ വീട്ടിൽ വാതിക്കൽ വെച്ചിട്ടാണ് ജലീൽ തിരിച്ചു പോകുന്നത്. പക്ഷെ അവൾ ആ ലെറ്ററും വായിക്കുന്നില്ല, അവളത് കുറച്ച് ദിവസം വെച്ചിട്ട് അവളതങ്ങ് കീറിക്കളയുക ചെയ്യുന്നത്. അങ്ങനെ അവസാനം അവർ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി ജലീലിനെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് ഒരാൾ എടുത്തിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആരെയും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരിങ്ങനെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഓണറായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാവുന്ന ഒരാൾ അപ്പുറത്തെ സൈഡിൽ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു പുള്ളി മരിച്ചുപോയി, മരിച്ചിട്ടിപ്പോൾ ഇത്ര വർഷമായെന്ന് പറയും. അപ്പോൾ അവൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അവളെ കാണാൻ വേണ്ടി വന്ന ആ ഒരു വർഷം തന്നെ അയാൾ മരിച്ചുപോയായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് അവർ മരിക്കാനായ സമയത്ത് തന്നെയാണ് ജലീൽ മറിയത്തിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കാബൂളിൽ ഹെറാത്തിൽ നിന്നും വന്നത്. ഈ ഒരു സീൻ ശരിക്കും ലൈല കാണുന്നുണ്ട്. അത് ഓർമ്മയുണ്ടെന്നറിയില്ല. ലൈല സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത്
റഷീദിൻ്റെ വീട്ടിലൊരു കാറ് വന്ന് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ലൈല കാണുന്നു എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിക്കും ജലീൽ അന്ന് ലൈലയെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്നതായിരുന്നു. മറിയത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജലീൽ വന്നതായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്കും റഷീദ് തീരുമാനിക്കുന്നുണ്ട് അസീസയെ ഇവിടെ ഇനി നിർത്താൻ പറ്റത്തില്ല, ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടാക്കാവുന്നു. അവസാനം ലൈലയും അതിനെ സമ്മതിക്കുന്നുണ്ട്. കാര്യം വീട്ടിൽ അത്രയ്ക്കും ദാരിദ്ര്യമായി. അപ്പോൾ അവൾ അവിടെ പോയാൽ എങ്ങനെയെങ്കിലും അവൾക്ക് ഫുഡെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് അസീസയെ അങ്ങോട്ടാക്കുന്നത്. അങ്ങനെ അവരതിനുശേഷം അസീസയെ ഓർഫനേജിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഓണറാണ് സമാൻ എന്ന് പറയുന്ന ആൾ. പുള്ളി അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം എല്ലാവരും ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ ഈ അസീസയെ കാണാൻ പോകുമ്പോഴത്തേക്കും റഷീദ് ലൈലയുടെ കൂടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ പുള്ളി അങ്ങനെ അസീസയെ കാണാൻ കയറുമോ ഒന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ പറയും ഒരു 10 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് വരണം, വന്നില്ലെങ്കിൽ അയാൾ പോകുമെന്ന് പറയും. അങ്ങനെ പലതവണ ലൈല അവിടെ നിർത്തിയിട്ട് റഷീദ് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ താലിബാൻകാർ ലൈല ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ട് അവൾക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും റഷീദ് പറയുന്നുണ്ട് ഇനി എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈല പറയുന്നുണ്ട് ഞാൻ തന്നെ പോകും. അപ്പം മറിയം പറയും അവളുടെ കൂടെ വരാമെന്ന് പറയും. പക്ഷേ മറിയത്തിൻ്റെ അടുത്ത് ലൈല പറയുന്നത് മറിയം കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടുപേർ കൂടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരും ഇല്ലാതാവും, അതുകൊണ്ട് മറിയം സൽമായുടെ കൂടെ ഇവിടെ നിന്നാൽ മതി, ലൈല പോകാമെന്ന് പറയും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ലൈലയുടെ ലൈല ജീവിക്കുന്ന തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവുക, അസീസയെ കണ്ടിട്ട് വരിക. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങി. അവൾ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ചില സമയത്ത് താലിബാൻകാരുടെ അടി കൊണ്ട് ചിലപ്പോൾ അവളെ തിരിച്ച് വീട്ടിൽ വിടും, അവൾക്ക് പോകാൻ പറ്റാറില്ല. ചിലപ്പോൾ അവൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അടി കൊണ്ടിട്ടാണെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ട് അപ്പുറത്തെത്തിയിട്ട് അസീസയെ പോയി കാണാറുണ്ട്. ചിലപ്പോൾ ഒരു കുറച്ച് നേരമായിരിക്കും, എന്നാലും അവൾക്കത് വേണമെന്നുള്ള ഒരു രീതിയിൽ അവൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. റഷീദിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഇതിനിടയിൽ ഒരു ജോലി കിട്ടി, അത് പോയി. ഇപ്പോൾ അയാൾക്കൊരു സെക്യൂരിറ്റി ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ലൈല അസീസയെ കാണാൻ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടിയാണ് പോകുന്നത്. അന്ന് റഷീദും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ പുറത്ത് ജസ്റ്റ് അസീസയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും റഷീദിന് തിരിച്ച് ജോലിക്ക് കയറണമായിരുന്നു. അപ്പോൾ തിരിച്ച് ഇവർ ലൈലയും മറിയവും സൽമായും ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പം അസീസ എല്ലാ തവണയും കാണാൻ പോകുമ്പോഴും സൽമായി ചോദിക്കാറുണ്ട് അസീസയെ കൊണ്ടുവരുമോന്ന്. അപ്പം ഇവർ ഓരോ തവണ അടുത്ത തവണ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം റഷീദിനോട് ചോദിക്കുമ്പോൾ റഷീദ് പറയുന്നത് അയാളുടെ കയ്യിൽ പൈസയൊക്കെ ആകുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവരാം, ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാണ് റഷീദ് പറയുന്നത്. അങ്ങനെ അവർ അന്നത്തെ ദിവസം അസീസയെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് വീടെത്തുന്ന സമയത്ത് സൽമായി പറയുന്നു അവിടെ ഒരാൾ നിൽക്കുന്നു, വീട്ടിലൊരാൾ നിൽക്കുന്നു. അപ്പോൾ റഷീദില്ല, റഷീദ് ജോലിക്ക് പോയി. അങ്ങനെ അത് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും അയാളുടെ കാല് കാണുമ്പോഴേ ലൈലയ്ക്ക് കാര്യം പിടിയിട്ടും ഒരു കാലേ ഉള്ളൂ. അപ്പോൾ അത് താരിഖാണ്. താരിഖ് തിരിച്ചു വന്ന് നിൽക്കുന്നത് കണ്ട് ലൈല ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തീരുന്നത്. അങ്ങനെ താരിഖിനെ കണ്ട് ലൈല ഓടി ചെല്ലുന്നു. അപ്പോൾ മറിയം നോക്കുമ്പോൾ താരിഖിന് ശരിക്കും പണ്ടുള്ള പോലെ തന്നെ ഒരു കാല് ഒറിജിനലും ഒരു കാല് വെപ്പുകാലുമാണ്. അപ്പം മറിയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു അബ്ദുൾ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ താരിഖിന്റെ മറ്റേ കാലം യുദ്ധത്തിൽ പോയി എന്നൊക്കെ. അപ്പം മറിയത്തിന് അത് കള്ളമായിരുന്നെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മറിയം ആലോചിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് റഷീദ് അന്ന് കള്ളം പറഞ്ഞതാണ് താരിഖ് മരിച്ചുപോയിന്ന്. അപ്പോൾ അയാളെ ഒരു റഷീദായിട്ട് മേ ബി വല്ല പൈസ കൊടുത്തിട്ട് വരുത്തിച്ച് ലൈലയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം ലൈലയ്ക്ക് വേറെ വഴിയൊന്നുമില്ല, ലൈല താരിഖിൻ്റെ അടുത്ത് പോകുമല്ലോ. അപ്പോൾ അതിൽ നിന്നും അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാതിരിക്കാൻ താരിഖും മരിച്ചുപോയിന്ന് അയാളെ കൊണ്ട് റഷീദ് കള്ളം പറയിപ്പിച്ചാണെന്ന് മറിയത്തിനപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മറിയം സൽമായും കൊണ്ട് മുകളിലത്തെ റൂമിൽ പോകുന്നുണ്ട്. അപ്പോൾ ലൈലയും താരിഖും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ താരിഖിൻ്റെ ഇത്ര നാളുള്ള കഥകൾ പറയാണ്. ഇവിടുന്ന് പോയ ശേഷം അവൻ്റെ വാപ്പ മരിച്ചു, അതിനുശേഷം അവൻ ഉമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്തു. അതിനിടയിൽ ഒരു തട്ടിപ്പ് പറ്റിയിട്ട് അവൻ ജയിലിലാവുന്നുണ്ട്. അങ്ങനെ ജയിലിലാന്ന് വെച്ചാൽ ഒരു 7 വർഷത്തോളം താരിഖ് ജയിലിൽ തന്നെയായിരുന്നു. അതിനിടയിൽ അവൻ്റെ ഉമ്മ മരിക്കുന്നുണ്ട്. അപ്പോൾ ജയിലിലായിരുന്ന സമയത്തും ലൈലയ്ക്ക് വേണ്ടിയിട്ട് അവൻ കത്തുകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. ജയിലിൽ വെച്ചിട്ട് അയാൾ ഒരു സലീം എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു. അങ്ങനെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സലീമിൻ്റെ ബ്രദർ സയ്യിദ് താരിഖിനെ കൊണ്ടുപോയിട്ട് താരിഖിനൊരു ജോലിയൊക്കെ കൊടുത്ത് ഇപ്പം താരിഖ് ഇങ്ങനെ അയാളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈലയുടെ കഥ പറയുന്നുണ്ട്. അപ്പം ലൈല വിചാരിച്ചിരുന്നത് താരിഖ് മരിച്ചു പോയെന്നാണ്, അതുകൊണ്ടാണ് അവൾ റഷീദിനെ കല്യാണം കഴിച്ചത്. പിന്നെ അത് മാത്രമല്ല അസീസ ഉണ്ട്, അപ്പോൾ അവരുടെ കുഞ്ഞ് അസീസ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് താരിഖിനെ അസീസയെ കാണണമെന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സമയമില്ല, റഷീദ് ഇപ്പോൾ തിരിച്ചു വരും, അതുകൊണ്ട് അടുത്ത ദിവസം വന്നാൽ താരിഖും ലൈലയും കൂടി പുറത്ത് അവിടെ
ഓർഫനേജിൽ പോയിട്ട് അസീസെ കാണാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് താരിഖ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി മുന്നോട്ട്. അപ്പോൾ അവൻ താരിഖ് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്നത് ശരിയല്ല, ഇപ്പോൾ അവളൊരു കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണല്ലോ. അപ്പോൾ ലീല പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, നാളെ എന്തായാലും വാ, നമുക്ക് അസീസെ പോയി കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി റഷീദ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് സൽമായിക്ക് അപ്പോൾ ഒരു 4-5 വയസ്സും കണ്ടുള്ളൂ. അപ്പോൾ സൽമായി ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിവിടെ മമ്മിയുടെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. മമ്മി എന്ന് പറയുന്നത് ലൈലയാണ്. അയാൾക്ക് കാലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റഷീദിൻ്റെ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, താരിഖ് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മറിയം പറയും, ജസ്റ്റ് വന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, നീ മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അയാൾ സൽമായെ ക്വസ്റ്റ്യൻ ചെയ്യും. സൽമായി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ സൽമായിക്ക് മനസ്സിലാവും, അയ്യോ ഇത് പറഞ്ഞത് എന്തോ കുഴപ്പമായി, റഷീദിന് ദേഷ്യമായല്ലോ എന്ന് അവനൊരു സംശയം വരും. അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനും മറിയവും മുകളിലായിരുന്നു, മാമിയും അയാളും കൂടി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ മറിയത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അപ്പോൾ ഇതൊരു ടീം വർക്കാണല്ലേ, എന്നെ ഇതാക്കിയിട്ട് മറിയവും അതിന് കൂട്ട് നിന്നു, ലൈലയും താരിഖും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ റഷീദിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അയാൾ സൽമായെ പിടിച്ച് മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി അടച്ചിടുന്നുണ്ട്. എന്നിട്ട് അയാൾ തിരിച്ച് താഴെ വന്നിട്ട് ലൈലയും മറിയത്തിനെയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ അതിനിടയിൽ ലൈല റഷീദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണല്ലേ, താരിഖ് മരിച്ചുപോയിന്ന്, എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ റഷീദ് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നാൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞല്ലേ ജീവിച്ചത്, അസീസ എൻ്റെ മോളല്ലാന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റഷീദ് അവളെ വീണ്ടും അടിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവിടെ വലിയ വഴക്കാണ് നടക്കുന്നത്. റഷീദ് ലൈലയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. മറിയം പിടിച്ചിട്ടൊന്നും പറ്റുന്നില്ല. ലൈല അതിനിടയ്ക്ക് റഷീദിനെ തിരിച്ചിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷീദിന് ദേഷ്യം വന്നിട്ട് റഷീദ് ലൈലയുടെ കഴുത്ത് ഇങ്ങനെ കുത്തി പിടിച്ച് നിൽക്കുകയാണ്. റഷീദ് ലൈലയെ ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പം മറിയത്തിന് മനസ്സിലായി അയാൾക്ക് ഒരു ദാക്ഷിണ്യമില്ല, അയാൾ ശരിക്കും ലൈലയെ കൊല്ലാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അപ്പം മറിയത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറിയം ഓടി പുറത്തു പോയിട്ട് അവൾക്ക് കയ്യിലൊരു മൺവെട്ടി കിട്ടുന്നുണ്ട്. അവൾ അത് എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവൾ വന്നിട്ട് റഷീദിനെ വിളിക്കും. അപ്പോൾ റഷീദ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ലൈല ഓൾമോസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റഷീദ് താഴെ വീഴും. റഷീദ് എന്നിട്ടും അയാൾ ചാടി എണീക്കുന്ന സമയത്ത് മറിയം ഉള്ള സർവ്വശക്തി എടുത്ത് റഷീദിനെ അടിച്ചങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റഷീദ് മറിയത്തിൻ്റെ കൈ കൊണ്ട് മരിച്ചു പോവാണ്. ലൈല അപ്പോൾ ഒരു ബോധമില്ല, ലൈല താഴെ വീണ് കിടക്കുകയാണ്. അപ്പം മറിയത്തിന് വേറൊരു വഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ലൈലയെ കൊല്ലുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾ റഷീദിനെ അടിച്ച് കൊല്ലുന്നത്. അങ്ങനെ ലൈല അതിനുശേഷം എണീക്കുമ്പോഴത്തേക്കും റഷീദ് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പം മറിയം പറയുന്നുണ്ട് അവൾക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യണം, സൽമായി ഇത് കാണരുത് റഷീദ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്, അപ്പോൾ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റഷീദിനെ വെളിയിലുള്ള ഒരു ടൂൾ ഷെഡിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ലൈല പറയുന്നുണ്ട്, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, താരിഖും കുഞ്ഞുങ്ങളും മറിയവും എല്ലാം ആയിട്ട് ഏതെങ്കിലും നാട്ടിൽ പോയി ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒന്നിച്ച് ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം മറിയം പറയും, എന്തായാലും നേരം വെളുക്കട്ടെ, നമുക്ക് എന്തായാലും ഒരു വഴി ഉണ്ടാക്കാം. അപ്പോൾ അവർ എന്നിട്ട് പോയി സൽമായെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സൽമായി വരുന്ന സമയത്ത് സൽമായി ചോദിക്കുന്നുണ്ട് റഷീദ് എവിടെയാണെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് റഷീദ് എവിടോട്ടോ പോയിന്ന്. അപ്പോൾ സൽമായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാനത് പറഞ്ഞുകൊണ്ടാണോ പോയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയാം, അല്ല റഷീദ് എന്തോ ആവശ്യത്തിന് പുറത്ത് പോയതാണെന്ന് അവർ സൽമായോട് കള്ളം പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും മറിയം ലൈലയോട് പറയുന്നുണ്ട്, താരിഖിനെ വിളിച്ച് പിള്ളേരുമായിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ലൈല പറയുന്നുണ്ട്, ഇല്ല മറിയം ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല, മറിയം കൂടെ വരാമെന്നായിരുന്നല്ലോ പറഞ്ഞെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അത് ശരിയാവത്തില്ല, ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു കേസാകും, ഇവിടെ ഒരു ചെറിയൊരു കുറ്റം വന്നാൽ തന്നെ ഇവിടെ വലിയ ശിക്ഷയാണ്, അപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് എന്തായാലും പോലീസുകാർ പിടിക്കും, പിന്നെ അവളെ മറിയത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ലൈലയും താരിഖിനെയൊക്കെ അറസ്റ്റ് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാകും, അതുകൊണ്ട് ഏറ്റവും നല്ലത് അവരിവിടുന്ന് പോകുന്നതാണ്, മറിയം ഇവിടെ തന്നെ നിൽക്കാം, അപ്പം എന്തായാലും റഷീദിനെ മരിച്ചെന്നുള്ളത് പുറത്തറിയും, അപ്പം മറിയത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ സേഫാണ്, അതിന് മുന്നേ ഇവരിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണമെന്ന് പറയും. അപ്പം ലൈല കിടന്ന് പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മറിയില്ലാതെ പോകാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ അല്ലായിരുന്നോ പറഞ്ഞത്, ഒന്നിച്ച് പോകാമെന്നായിരുന്നു, അപ്പം അസീസിക്ക് വിഷമാകും എന്നൊക്കെ അവള് കുറേ പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, ഞങ്ങളെ കൂടെ മറിയില്ലാതെ നമുക്ക് എങ്ങും പോകണ്ടെന്ന് പറയും. പക്ഷെ മറിയം പറയുന്നത് അത് ശരിയാവത്തില്ല, ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെയിം കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതാകും, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്, മക്കളെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ നിൽക്കത്തില്ല, ഞാൻ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. എൻ്റെ മോളായിട്ടും ലൈലയെ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ മക്കളെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ
നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണമെന്ന് പറയും. അപ്പോൾ ലൈല പറയുന്നുണ്ട് അത് ശരിയാവത്തില്ല, കാരണം ലൈലയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ മറിയ അത് ചെയ്തത്. അപ്പോൾ മറിയം പറയുന്നത് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു വന്നാൽ എനിക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവത്തില്ല. കാര്യം ജൽമായെ കാണുമ്പോൾ എല്ലാം എനിക്ക് ആ ഒരു കുറ്റബോധം വരും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ വാപ്പായാണ് ഇല്ലാതാക്കിയത്, അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവത്തില്ല. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാലേ എനിക്ക് പറ്റത്തുള്ളൂ. ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ്. എനിക്ക് മക്കളില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് കുറേ നാളായിട്ട് ലൈലയും ലൈലയുടെ മക്കളും ഒക്കെ ആയിട്ട് ഞാൻ വളരെയധികം തൃപ്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പോയി രക്ഷപ്പെടുക, എന്നാലേ എനിക്കിനി ഒരു സമാധാനം ഉള്ളാവെന്ന് പറയുന്നു. അവസാനം ലൈല പോവാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പം മറിയം അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവൾ അസീസ ഇനി എന്തായാലും മറിയത്തിന് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് അസീസയെ കാണുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കണം, അവൾ എൻ്റെ ജീവനായിരുന്നു എന്ന് അവളോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മൊത്തത്തിലൊരു ഇമോഷണൽ സീനാണ്. എനിക്കത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ അപ്പോൾ ലൈല പറയുന്നുണ്ട് ഇത് ഞാനിനി പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയാം, മറിയത്തിൻ്റെ തെറ്റല്ല എന്ന് ഞാൻ പറയാം, ഞാൻ ഇനി എപ്പോഴായിരിക്കും മറിയത്തിനെ കാണുന്നതെന്നൊക്കെ ലൈല ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറിയം ഒന്നും പറയില്ല, മറിയം ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ജൽമായെ ഒരുക്കിയിട്ട് ജൽമായോടും മറിയം പറയുന്നുണ്ട് നീ വലുതാകുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് വളരണം, ഉമ്മയെ നല്ലപോലെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലൈലയും ജൽമയും അവിടുന്ന് പോകുന്നു. അപ്പോൾ അവർ അവിടുന്ന് താരിഖിനെ കണ്ടിട്ട് അസീസയും വിളിച്ചിട്ട് അവർ അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനാണ് അവരുടെ ഒരിത്. അങ്ങനെ അതോടുകൂടി അവരവിടുന്ന് പോവാണ്. അതിനുശേഷം ലൈലയും മറിയം തമ്മിൽ കണ്ടിട്ടേയില്ല. പിന്നീട് കാണിക്കുന്നത് മറിയം ജയിലിലാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ജയിലാണ്. അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അതിൽ ഈ കൊലപാതകം ചെയ്തിട്ട് വന്നത് മറിയം മാത്രമാണുള്ളത്. അന്നേരം ഇവിടെ ജയിലിൽ കയറുന്ന സമയത്ത് തന്നെ മറിയം അവിടെ താലിബാൻകാരോട് പറയുന്ന ഒരേ ഒരു റിക്വസ്റ്റ്, അവൾക്ക് വിസിറ്റേഴ്സ് ആരുമില്ല, അവൾക്കാരുമില്ല എന്നുള്ളതാണ്. അവളുടെ ഉള്ളിൽ ഇനിയും ലൈലയോ താരിഖോ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവരെയും പിടിക്കുമെന്നുള്ളത് കൊണ്ട് അവൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മറിയത്തിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മറിയം സമ്മതിക്കുന്നുണ്ട്, ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞാൻ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓഫീസർ കുറച്ച് പാവമാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് കാര്യം നിങ്ങൾ നല്ല സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഭർത്താവിൻ്റെ രീതികളൊക്കെ എനിക്കറിയാം, പക്ഷേ ഇവിടെ വേറെ വഴിയില്ല, ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട് മറിയത്തിനെ തൂക്കിലേറ്റാൻ വിധിക്കുകയാണെന്ന്. അപ്പം മറിയത്തിന് കുഴപ്പമൊന്നുമില്ല, മറിയം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറിയം അതിൻ്റെ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. മറിയത്തിൻ്റെ അവസാനത്തെ ദിവസം എത്തി. മറിയത്തിനെ അവർ കഴുമരത്തിലോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് അവിടെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും അത്രയും ദിവസം സ്ട്രോങ് ആയിരുന്നു അവൾ. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് അവൾ ലൈലയെക്കുറിച്ചും അസീസയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് വിഷമമാവുന്നുണ്ട്. അവരെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൾ പിന്നെ ആലോചിക്കുമ്പോൾ അവൾ ചെയ്തത് ജൽമായോട് ചെയ്തത് അവൾക്ക് ഒരിക്കലും ഒരു പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നറിയാം. അങ്ങനെ അവൾ ഇനി ഒരു റിഗ്രറ്റ്സും വെക്കേണ്ട, അവൾക്ക് സമാധാനമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. മറിയ അവസാനം അവളുടെ ജനനത്തിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവൾ ആർക്കും വേണ്ടാതെ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ മരിക്കാൻ നിൽക്കുമ്പോൾ അവളെ സ്നേഹിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവൾ സ്നേഹിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവൾ തൃപ്തിയായിട്ട് അവൾ ആ മരണം സ്വീകരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിനകത്ത് ഇനി ഇത് മറിയത്തിൻ്റെ ലാസ്റ്റ് സീനാണ്. അതിൽ ആ പോലീസ് ഓഫീസേഴ്സ് അവരോട് മുട്ടൂത്തി നിൽക്കാൻ പറയുന്നു. അതോടുകൂടി മറിയം മരിക്കുന്നതായിട്ട്, മറിയത്തിനെ തൂക്കിലേറ്റുന്നതായിട്ട് പറഞ്ഞ് ഈ ഒരു പാർട്ട് 3 ഇതോടുകൂടി തീരുകയാണ്. ചെറിയൊരു പാർട്ടൂടെ ഉള്ളൂ, പാർട്ട് 4. ശരിക്കും പാർട്ട് 3 തീരുമ്പോൾ മറിയത്തിനെ കുറിച്ച് പറഞ്ഞാൽ മറിയത്തിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എന്നിട്ടും മറിയത്തിന് അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് മറിയ ഒരിക്കൽ പോലും പറയുന്നില്ല അവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരിത്. അവൾ ആലോചിച്ച് നോക്കി, അവൾ ആദ്യം ജനിച്ചപ്പോൾ തൊട്ടേ അവളുടെ വാപ്പായുടെ ഒരു ഇത്, അതിനുശേഷം ഉമ്മ മരിക്കുന്നു, പിന്നീട് റഷീദിനെ കല്യാണം കഴിക്കുന്നു. ഈ റഷീദുമായിട്ടുള്ള ഒരു ജീവിതം ശരിക്കും 27 വർഷം മറിയം റഷീദിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം ലൈല വരുന്നു. ലൈലയും കുഞ്ഞുങ്ങളും വരുന്ന സമയത്ത് മാത്രമാണ് മറിയത്തിൻ്റെ ലൈഫിൽ കുറച്ചൊരു സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷെ അവൾ ഒരിക്കൽ പോലും അവളുടെ ജീവിതം എങ്ങനെ ആയിപ്പോയി എന്നുള്ള അങ്ങനെ ഒരു ഇത് മരിക്കുമ്പോൾ പോലും അവൾ അങ്ങനെ വിചാരിക്കുന്നില്ല. അതോടുകൂടി മറിയത്തിൻ്റെ സ്റ്റോറി തീരുകയാണ്. പിന്നെ ഇനി പാർട്ട് 4 കിടക്കാം. താരിഖും ലൈലയും അങ്ങനെ അതിനുശേഷം കല്യാണം കഴിച്ചു. അവരങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. അവരിപ്പോൾ താമസിക്കുന്നത് താരിഖ് മുന്നേ നിന്നിരുന്ന ആ ഒരു സ്ഥലത്താണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു ഹാപ്പി ഫാമിലി, 4 പേരടങ്ങുന്ന ഒരു അമ്മയച്ഛനും 2 കുട്ടികളുള്ള ഒരു ഫാമിലി. അപ്പോൾ ഇങ്ങനെ ലൈല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആർക്കും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ട്, ഒരുപാട് കള്ളങ്ങളുണ്ട്. ഇപ്പം
സൽമായത്താണെങ്കിലും അവൻ്റെ അച്ഛൻ മരിച്ചേക്കുന്നത് അവർ കള്ളം പറഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത്. സൽമായി എപ്പോഴും ചോദിക്കുന്നുണ്ട് റഷീദ് എവിടെയാണെന്നും. താരീഖുമായിട്ട് സൽമായി അങ്ങനെ ഒരു നല്ലൊരു അടുപ്പത്തിൽ വന്നിട്ടില്ല. പിന്നെ മറിയത്തിൻ്റെ ഒരു സാക്രിഫൈസ്, അതിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ട് ഇവർക്കിപ്പോൾ കിട്ടിയ ഒരു ജീവിതമാണ് ഈ ഒരു ചെറിയൊരു ഫാമിലി. കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്കും അഫ്ഗാനിസ്ഥാനിൽ ഒരുവിധം യുദ്ധമൊക്കെ ഒന്ന് ഒതുങ്ങി, അവിടുത്തെ താലിബാൻകാർ മാറിയിട്ട് അവരുടെ ആ റൂൾസൊക്കെ ഒന്ന് മാറി, സ്ത്രീകൾക്കും കുട്ടികൾക്കും കുറച്ചുകൂടി ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായി. അപ്പോൾ ലൈല ഇവിടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിലും ലൈലയുടെ മനസ്സ് എപ്പോഴും കാബൂളിൽ തന്നെയാണ്. അവൾക്ക് അവിടെ തിരിച്ചു പോകണം. അവളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു. മെയിനായിട്ട് അവൾക്ക് മറിയം അവിടെ ആയിരുന്നു. മറിയത്തിനെ അവിടെ ആക്കിയിട്ട് വന്നു. മറിയം മരിച്ചു എന്നൊക്കെ അവൾക്കറിയാം. എന്നാലും അവൾക്ക് എന്തുകൊണ്ടോ എപ്പോഴും അവൾ മറിയത്തിനെ കുറിച്ച് ഓർക്കും. അസീസ ആണെങ്കിലും എപ്പോഴും മറിയത്തിനെ സ്വപ്നം കാണുന്നു. അങ്ങനെ അവൾക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരിതായി. അപ്പൊ താരീഖിന് ഇനി ഇവിടുന്ന് പോകണോ എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവസാനം താരീഖിനോട് പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ താരീഖ് പറയുന്നുണ്ട് നീ എവിടെ വിളിച്ചാലും ഈ ലോകത്തിൽ എവിടെ പോകാനും ഞാൻ നിന്റെ കൂടെ കാണും എന്ന് പറഞ്ഞിട്ട് താരീഖും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവര് തിരിച്ച് കാബൂളിലോട്ട് പോവാമെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ ലൈല പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനു മുന്നേ എനിക്ക് വേറൊരിടത്ത് പോകണം, എനിക്ക് ഹെറാത്തിൽ പോകണം, മറിയം താമസിച്ചിരുന്നിടത്തൊന്ന് പോകണമെന്ന് പറയും. അങ്ങനെ അവരവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നു. അവരാദ്യം പോകുന്നത് ഈ ഹെറാത്തിലോട്ടാണ്. അങ്ങനെ ഹെറാത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് അവള് താരീഖിനെയും കുഞ്ഞുങ്ങളെ ഒരു ഹോട്ടലിലാക്കിയിട്ട് അവള് പോയി മറിയത്തിന്റെ സ്ഥലത്ത് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലൈല ഒറ്റയ്ക്കാണ് മറിയത്തിന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവൾ ആദ്യം ചെല്ലുന്നത് മുല്ല ഫൈസുള്ളയുടെ വീട്ടിലോട്ടാണ്. മുല്ല ഫൈസുള്ളയുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും മറിയത്തിനെ അകത്തോട്ട് ക്ഷണിക്കുന്നത് അയാളുടെ മോനാണ്, ഹംസ എന്നാണ് പേര്. അപ്പോൾ ഹംസ അടുത്ത് ഇങ്ങനെ ലൈല പറയും ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, എനിക്ക് മറിയത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ജലീൽ ഖാന്റെ മോള് മറിയം എന്ന് പറയും. അപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ലൈല മറിയത്തിന്റെ മോളാണെന്നാണ്. ഫൈസുല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി എന്നുള്ള കാര്യം അയാളുടെ മോൻ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഈ മറിയത്തിനെ റഷീദിന്റെ അടുത്ത് കല്യാണം കഴിച്ചു വിട്ട സമയത്ത് അയാൾക്ക് ഭയങ്കര വിഷമമായി പോയി. അയാൾ മറിയത്തിനെ ഭയങ്കര കാര്യമായിരുന്നു എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹംസ പറയുന്നുണ്ട്. അപ്പോൾ ലൈല അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മറിയത്തിന്റെ കഥകളും എല്ലാം ഈ ഹംസയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം അവൾ പറയുന്നുണ്ട് എനിക്ക് മറിയം താമസിച്ച വീടൊന്ന് കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ അയാൾ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ ഒരു ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും കാർ അവിടോട്ട് കയറത്തില്ല. അപ്പോൾ അയാൾ അവിടെ വെയിറ്റ് ചെയ്യും. ലൈല ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലൈല അങ്ങനെ മറിയത്തിന്റെ വീട്ടിൽ പോന്നു. മറിയം താമസിച്ചിരുന്ന ആ ഒരു ചെറിയൊരു കുടിലും കാര്യങ്ങളൊക്കെ കണ്ട് അവൾ അവിടെ വെച്ച് മറിയത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെറിയ വീട്ടിൽ 15 വർഷം മറിയം എങ്ങനെ ജീവിച്ചു എന്നൊക്കെ അത് കാണുമ്പോൾ ലൈല ചിന്തിക്കുന്നുണ്ട്. ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഹംസ ലൈലയുടെ കയ്യിൽ ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. അത് ജലീൽ ഖാൻ മറിയത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മുല്ല ഫൈസുള്ള ഏൽപ്പിച്ച ഒരു ബോക്സ് ആണ്. അപ്പൊ അത് അതിനുശേഷം ജലീൽ ഖാൻ അങ്ങ് മരിച്ചുപോയി. അതും കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴത്തേക്കും മുല്ല ഫൈസുള്ളയും മരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്രയും നാളും ഹംസ അത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അങ്ങനെ അപ്പൊ അയാൾ അത് പറയുന്നുണ്ട് ഇത് മറിയത്തിന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ദൈവനിശ്ചയം അത് ഇപ്പം ലൈലയുടെ കയ്യിൽ അത് കിട്ടാന്നുള്ളതായിരുന്നു. അങ്ങനെ ലൈല അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ലൈല അത് തുറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. അപ്പൊ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് അത് മുല്ല ഫൈസുള്ളയും നോക്കിയിട്ടില്ല, അയാളും അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, അവരെന്തെങ്കിലും മറിയം വരുമ്പോൾ മറിയം അത് നോക്കട്ടെ, മറിയത്തിന്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സൂക്ഷിച്ചു വെച്ചതാണ്. അങ്ങനെ ലൈല അതുമായിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചവര് താരീഖും ലൈലയും തിരിച്ച് കാബൂളിലോട്ട് പോകുന്നു. ലൈല അതിനുശേഷം ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു CD ഉണ്ട്, 3 സാധനങ്ങളാണുള്ളത്. ഒരു CD ഉണ്ട്, ഒരു കത്തുണ്ട്, പിന്നെ ഒരു പൊതിയുണ്ട്. അപ്പൊ അവൾ ആ CD അങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അത് പിന്നോക്കിയോ ആണ്. പിന്നോക്കിയോ മൂവിയുടെ CD ആണ്. അപ്പൊ അത് കാണുമ്പോൾ ലൈലയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. ശരിക്കും അത് മറിയത്തിന് വേണ്ടിയിട്ട് ജലീൽ ഖാൻ കൊടുക്കുന്നതാണ്. കാരണം മറിയ അവസാനമായിട്ട് അയാളോട് പറയുന്നത് അയാളുടെ തിയേറ്ററിൽ കൊണ്ടുപോയി പിന്നോക്കിയോ മൂവി കാണിക്കണമെന്നാണ്. പക്ഷെ അതിന് അയാൾ വന്നില്ല. അപ്പൊ അടുത്ത ദിവസമാണ് മറിയം ജലീലിനെ തിരക്കി ആ ഹെറാത്തിലെ വീട്ടിൽ ചെല്ലുന്നതും പിന്നീട് നാന മരിക്കുന്നതും എല്ലാം നടക്കുന്ന അന്നാണ്. അപ്പൊ ജലീൽ ഖാൻ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു CD അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു കത്തുണ്ട്. ശരിക്കും ആ കത്ത് ഒരു 2-3 പേജ് ഉണ്ട്. ആ ഒരു കത്ത് ഞാനത് ചുരുക്കി പറയാം. ഇത് എൻ്റെ ഒരു ഇത് ഞാൻ പറയണം. എനിക്കിത് വായിച്ച സമയത്ത് എനിക്കത് എങ്ങനെയാ പറയണമെന്നറിയില്ല. ഇത് ശരിക്കും ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ഇത് മറിയം കാണാഞ്ഞത് നന്നായി എന്ന് തോന്നുന്നു. എന്നാ കണ്ടിരുന്നെങ്കിലെന്നും തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു കത്താണത്. ഞാൻ ലെറ്റർ വായിക്കാം. ഇതിൽ ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നത് ഈ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നീ എന്താണ് ഐ പ്രേ ദാറ്റ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ബെറ്റർ ഹെൽത്ത്.
ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് ബെറ്റർ ഹെൽത്ത് പോയിട്ട് അവള് ജീവിച്ചിരിക്കുന്നില്ല. അവള് മരിച്ച ശേഷമാണ് ഈ കത്ത് കിട്ടുന്നത് തന്നെ. പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ കാണാൻ കാബൂളിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് അവളത് കാണാൻ കൂട്ടാക്കിയില്ല. അതിന് അയാൾക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ആരാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പം ഈ ലെറ്റർ റീഡ് ചെയ്യുന്നത്, അപ്പം അയാൾ വിചാരിക്കുന്നത് മറിയം വന്നിട്ട് ഈ മുല്ല ഫൈസുള്ള അടുത്തുനിന്ന് ഈ ലെറ്റർ വായിക്കുന്നതായിട്ടാണ് ജലീൽ ഖാൻ വിചാരിക്കുന്നത്. അപ്പം ജലീൽ പറയുന്നതെന്ന് വെച്ചാൽ, നീ മുല്ല ഫൈസുള്ള അടുത്ത് വന്നല്ലോ, ഈ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടിയല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. പറയുന്നു, നിന്നെ അവിടുന്ന് വിട്ട ശേഷം, നമ്മൾ അവസാനം സംസാരിച്ച ശേഷം ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, അതുകൊണ്ടായിരിക്കും അയാളുടെ ഭാര്യമാര് മരിച്ചു, അതിനുശേഷം അവിടെ യുദ്ധമാണല്ലോ, അവര് മരിച്ചു, അയാളുടെ മക്കൾ മരിക്കുന്ന അയാൾക്ക് കാണേണ്ടി വന്നു. അപ്പം അയാൾ പറയുന്നത്, നിന്റെ സഹോദരൻ മരിച്ചു, സഹോദരിമാര് മരിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾ ആ ലെറ്ററിൽ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിനക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഒരുപാട് നിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്റെ സൗണ്ട്, അങ്ങനെ അയാൾ കുറേ ഇമോഷണലായിട്ട് അതിൽ എഴുതുന്നുണ്ട്. നിന്റെ കൂടെ ഇരിക്കാനും നിനക്ക് സ്റ്റോറി പറഞ്ഞു തരാനും, നീ എന്നും ഒരു നല്ല മോളായിട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം അത് പറയാൻ തന്നെ എനിക്കതൊരു നാണക്കേടാണ്, എനിക്കതൊരു റിഗ്രറ്റ് ആണ്, അങ്ങനെ പറയാൻ പോലും ഉള്ളൊരു വോയിസ് എനിക്കില്ല എന്നൊക്കെ അയാൾ അതിൽ എഴുതുന്നുണ്ട്. പിന്നെ അയാൾ പറയുന്നുണ്ട്, അന്ന് അയാളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഹെറാത്തിൽ വന്ന സമയത്ത് ഡോറ് തുറക്കേണ്ടതായിരുന്നു, അവളെ അകത്ത് കയറ്റേണ്ടതായിരുന്നു, പക്ഷെ അന്ന് ഞാനതൊരു നാണക്കേട് വിചാരിച്ചു. എൻ്റെ ആൾക്കാരുടെ മുന്നിലുള്ള എൻ്റെ അഭിമാനം ആലോചിച്ചിട്ട് ഞാൻ തന്നെ അന്ന് കയറ്റിയില്ല. പക്ഷെ ഇന്നിപ്പോൾ അയാൾക്ക് എല്ലാം പോയി, അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ മരിക്കാൻ കിടക്കാണ്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ നഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അന്ന് ഞാനത് അവളെ അവിടെ കയറ്റാതിരുന്നതിലൊക്കെ അയാൾ ഒരുപാട് ഇപ്പം കുറ്റബോധം അയാൾക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അവളോട് ആ ഒരു അത്രയും മനസാക്ഷി ഇല്ലാതെ അത് ചെയ്തതുകൊണ്ടായിരിക്കും അയാൾക്ക് ലൈഫിലും അയാളുടെ എല്ലാം നഷ്ടപ്പെട്ട് അയാളൊന്നുമില്ലാതെ അയാളുടെ ഈവൻ ഈ മക്കൾ മരിക്കുന്നത് പോലും കണ്ട് വെറുതെ നിൽക്കേണ്ട ഒരവസ്ഥ അയാൾക്ക് വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ ജലീൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല, ഇപ്പം എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരുപാട് തവണ ആ കത്തിൽ ഒരുപാട് തവണ അയാൾ മാപ്പ് ചോദിക്കുന്നുണ്ട് അയാളോട് പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തവണ അത് എഴുതിയിട്ടുണ്ട്. ജലീൽ പറയുന്നത്, അയാളൊരു വലിയ പണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ, അതിനുശേഷം അയാളുടെ എല്ലാം നഷ്ടപ്പെട്ടു. അവളെ കാണാൻ വേണ്ടിയിട്ട് കാബൂളിൽ വന്ന ശേഷം തിരിച്ചു വന്നിട്ട് അയാൾ ആദ്യം ചെയ്തത്, അയാൾക്ക് ബാക്കി ഉണ്ടായിരുന്ന സ്വത്തൊക്കെ വിറ്റിട്ട് അതിൻ്റെ പൈസയൊക്കെ മറിയത്തിന് വേണ്ടിയിട്ട് അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പൈസയാണ് ആ ഒരു മൂന്നാമത്തെ ഒരു പൊതിയായിട്ട് ആ ഒരു ബോക്സിലുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനത് നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്ത് കറൻസി, കാരണം അന്ന് ആ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലോ, അപ്പോൾ ഇനി ഇത് ഇവൾക്കത് എപ്പോഴാണേലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അയാളതൊരു കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് അവൾ എടുക്കണം, അത് നിനക്ക് ഒരിക്കലും ഞാൻ നിന്റെ ഒരു മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് പൈസ തരുന്നു, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ ആ ഒരു ഇത് എടുക്കരുത്, ഇത് നിനക്ക് അവകാശപ്പെട്ട സ്വത്താണ്, അത് അയാൾ മനസ്സുകൊണ്ട് തരുവാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ജലീൽ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരു അച്ഛനെന്ന നിലയ്ക്ക് നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പം എനിക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടിയിട്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, അപ്പോൾ അത് നീ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും ഈ ലെറ്റർ വായിച്ച സമയത്ത് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ലൈക്ക് ജലീലിനോട് ജലീൽ അവളെ കണ്ടില്ലല്ലോ അങ്ങനത്തെ ഒരിത് എനിക്ക് എന്തുകൊണ്ടോ, മറിയം ഈ ലെറ്റർ കാണാത്തതിൽ എനിക്കൊരു വിഷമം തോന്നിയില്ല. ഇനി എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ശരിക്കും ഈ ബുക്കിന്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻ, അതായത് മറിയം ലീലയെ അവിടെ നിന്ന് പോകുന്നു, മറിയം ഒറ്റയ്ക്കാവുന്നു, ഇനി മറിയം മരിക്കും, ആ ഒരു ഇതൊക്കെ ആയപ്പോഴേ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ ലെറ്റർ ഇനിയും ബാക്കിയുണ്ട്, അപ്പം ഞാൻ ബാക്കി പറയാം. എൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ലാസ്റ്റ് ജലീൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ലെറ്റർ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നിനക്ക് എന്നെ വന്ന് കാണാനുള്ള ഒരു മനസ്സുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എൻ്റെ ഡോറിൽ അന്ന് വന്ന് അവൾ അയാൾക്ക് വേണ്ടിയിട്ട് വന്ന് വിളിച്ചായിരുന്നല്ലോ, അതുപോലെ നിൻ്റെ വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി നീ വന്നാൽ നിന്നെ സ്വീകരിക്കും, നീ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, ഞാൻ മരിക്കാറായി, എന്തെങ്കിലും നീ വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ അയാൾ പിന്നെയും പറയുന്നുണ്ട്. കാരണം ജലീൽ ഈ ഒരു ലെറ്റർ തീരുന്ന സമയത്ത് മറിയത്തിന് ഒരുപാട് അയാൾ വിഷ് ചെയ്യുന്നുണ്ട്, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ല മക്കളുണ്ടാവട്ടെ, നിനക്ക് ഭാവിയിൽ എനിക്ക് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും ആക്സെപ്റ്റൻസും ഒക്കെ നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, നീ എന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്
നിന്റെ ഒരു അർഹതയില്ലാത്ത ഒരു അച്ഛൻ, ബൈ യുവർ അൺഡിസേർവിങ് ഫാദർ എന്നും പറഞ്ഞിട്ടാണ് അയാൾ ആ ലെറ്റർ അവിടെ നിർത്തുന്നത്. ശരിക്കും ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പം മറിയം ജീവിച്ച ജീവിതം നമുക്കറിയാം. അതറിഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല ഭാവി, നല്ല മക്കള്, നല്ല സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്ന വായിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ ലൈല ഈ ലെറ്റർ വായിച്ചിട്ട് അതിന്റെ കൂടെ ആ ഒരു പൈസയും അയാൾ വെച്ചിട്ടുണ്ട്. ലൈല ഒരുപാട് താരീഖിനെ കെട്ടിപ്പിടിച്ച് ലെറ്റർ വായിച്ചിട്ടിരുന്ന് കരയുന്നുണ്ട്. ഇനി ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ അതില് പിന്നീട് അവര് ലൈലയും താരിഖും കാബൂളിൽ സെറ്റിൽ ആവുന്നു. അവര് മക്കളുമായിട്ട് അങ്ങനെ ജീവിക്കുന്നു. അതിനിടയിൽ താരിഖിന് വേറെ ജോലിയാവുന്നു, മക്കള് സ്കൂളിൽ പോകാൻ തുടങ്ങി. ലൈല മറിയത്തിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അവൾക്കപ്പോ അവൾ എന്നിട്ട് മറിയം കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ അവൾ മുന്നോട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മറിയത്തിന്റെ ആ ഒരു പൈസ വെച്ചിട്ട് അവിടെ ഒരു ഓർഫനേജ് ഇല്ലായിരുന്നോ, അസീസെ കൊണ്ടുപോയ സമ്മാൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഓണർഷിപ്പിലുള്ള. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പോഴത്തേക്കും അതൊക്കെ യുദ്ധത്തിൽ നശിച്ചു പോയായിരുന്നു. അപ്പൊ അതിനെ ഫുൾ റെനോവേഷൻ അവർ ആ ഒരു മറിയത്തിന്റെ പൈസ വെച്ച് ചെയ്യുന്നു. അവിടെ ഒരുപാട് കുട്ടികൾക്കുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. ലൈല അവിടെ ഒരു ടീച്ചറായിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അസീസ അവിടെ പഠിക്കുന്നു, താരിഖ് ജോലിക്ക് പോകുന്നു. അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു പൈസ വെച്ചിട്ട് അവര് അവിടുത്തെ ആ ഒരു കാബൂളിന് വേണ്ടിയിട്ട് തന്നെ അവര് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലൈലയ്ക്ക് ഉള്ളിൽ ഒരു വിഷമം എന്ന് വെച്ചാൽ അവൾ കാബൂളിൽ വന്നെങ്കിലും എവിടെയാണ് മറിയത്തിനെ അടക്കിയതെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അവളത് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, താലിബാൻകാര് അത് എവിടാണെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവൾക്കൊന്ന് പോകായിരുന്നു. പക്ഷെ അതിനി ഒരു വഴിയില്ല. അപ്പോ പിന്നെ അവള് സ്വന്തമായിട്ട് സമാധാനിക്കുന്നുണ്ട്. എല്ലായിടത്തും അറിയുന്നുണ്ട്. ഇപ്പൊ ഈ ആ ഒരു ഓർഫനേജില് അവിടെയുള്ള കുട്ടികളെ കാണുമ്പം, അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പം അവര് ചെയ്ത അവളുടെ പൈസ വെച്ചിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അവിടെ എല്ലാം ആലോചിക്കുമ്പം അവിടെ മൊത്തം അവരുടെ കൂടെ മറിയുണ്ട്. മോറോവർ ലൈലയുടെ ഉള്ളില് മറിയ എന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് സീനിലെ ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, അപ്പൊ അവളിങ്ങനെ തലേദിവസത്തെ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കണം. അങ്ങനെ തലേദിവസം രാത്രിയിൽ താരിഖും ലൈലയും കുഞ്ഞുങ്ങളും കൂടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ലൈല പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇങ്ങനെ അസീസയും സൽമായും കൂടി ഒരു ഗെയിം കളിക്കുകയാണ്. ആൺകുട്ടിയാണെങ്കിൽ എന്ത് പേരിടുമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ പേര് ഗസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ ലൈനിൽ ലൈല പറയുന്നത്, ഇതൊരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി അവൾക്ക് പേരിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ബുക്ക് തീരുന്നത്. വിച്ച് മീൻസ് അതില് ഒരു പെൺകുഞ്ഞുണ്ടായ ലൈലയ്ക്ക് പിന്നെ ഒന്നും ആലോചിക്കണ്ട, അവൾ ആ കുഞ്ഞിന് മറിയോന്ന് പേരിടും എന്ന് നമ്മളോട് പറയാതെ പറഞ്ഞാണ് ആ ഒരു ബുക്ക് തീരുന്നത്. 1000 Splendid Suns by ഖാലിദ് ഹുസൈനി. ഈ സ്റ്റോറി ആയിരുന്നു ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഏതെങ്കിലും ഇതുപോലുള്ള ബുക്കിൻ്റെ സ്റ്റോറീസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ താങ്ക് യു.